പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവായ ദൈവമേ, പിന്നെ ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചനം പരിശോധിപ്പാനും ഉൽപ്പത്തി പുസ്തകത്തിലെ അത്ഭുതങ്ങളെ കാണുവാനും കർത്താവ് പിന്നെ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അബ്രഹാമിലും ഇസ്ഹാക്കിലും യാക്കോബിലും ജോസഫിലും ഒക്കെ ദൈവം വ്യാപരിച്ച് അത്ഭുതകരമായിട്ട് അവരുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തിയ ചരിത്രം കർത്താവ് പരിശോധിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളെ ത്രസിപ്പിക്കുകയും കർത്താവെ അവരെ പോലെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ രൂപാന്തരപ്പെടുവാൻ അവിടുത്തെ കൃപ ഞങ്ങളിൽ വ്യാപരിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഉൽപ്പത്തി പുസ്തകം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പരിശോധിക്കുകയുണ്ടായി. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പഠനം നമുക്ക് വീണ്ടും തുടരാം. ഉൽപ്പത്തി പുസ്തകം 50 അധ്യായങ്ങളാണുള്ളത്. മോശയാണ് ഈ പുസ്തകം എഴുതിയത്. 1 മുതൽ 11 വരെയുള്ള അധ്യായത്തിൽ 2000 കൊല്ലത്തെ മാനവ ചരിത്രം 4 സംഭവങ്ങളിൽ കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. സൃഷ്ടി, വീഴ്ച, പ്രളയം, ബാബേൽ. എന്നാൽ 12 മുതൽ 50 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ജീവചരിത്രം, 4 വ്യക്തികളുടെ ജീവചരിത്രമാണ് കാണുന്നത്. ഏതാണ്ട് 350 വർഷത്തെ ചരിത്രമാണ് നമ്മളവിടെ ദർശിക്കുന്നത്. അതിൽ അബ്രഹാമിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പരിശോധിക്കാനിടയായി. എന്നാൽ കുറച്ചുകൂടി ഈ 4 വ്യക്തിത്വങ്ങളെയും നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് നമുക്കിന്ന് 12-ാം അധ്യായം മുതലുള്ള ചരിത്രം സംക്ഷിപ്തമായിട്ട് ഒന്നുകൂടി പരിശോധിക്കുവാൻ സമയം എടുക്കാം. ദൈവം ലോകത്തെ സൃഷ്ടിച്ചതുപോലെ ദൈവം തനിക്കായിട്ടൊരു ജനതയെ സൃഷ്ടിക്കുന്ന ചരിത്രമാണ് അബ്രഹാം മുതൽ ജോസഫ് വരെ നാം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത്. ഞാൻ പറഞ്ഞതൊന്നുകൂടെ ആവർത്തിക്കുന്നു. ദൈവം ലോകത്തെ സൃഷ്ടിച്ചതിൻ്റെ ചരിത്രമാണ് 1 മുതൽ 11 വരെയുള്ള അധ്യായത്തിൽ കാണുന്നതെങ്കിൽ തനിക്കായിട്ട് ദൈവം ഒരു ജനത്തെ സൃഷ്ടിക്കുന്നതിൻ്റെ ചരിത്രമാണ് 4 വ്യക്തി ജീവിതങ്ങളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക വഴി ഉൽപ്പത്തി പുസ്തകം ചെയ്യുന്നത്. അത് എങ്ങനെയാണ് ദൈവം ചെയ്തതെന്ന് ചോദിച്ചാൽ, ദൈവം ഒരു കമ്മ്യൂണിറ്റി ഓഫ് ഫെയ്ത്ത് ടു റിക്രിയേറ്റ് ഹ്യൂമൻ റേസ്, മാനവജാതിയെ പുനർസൃഷ്ടിക്കുന്നതിനായിട്ട് വിശ്വാസ സമൂഹത്തെ ദൈവം സൃഷ്ടിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് നമ്മൾ അബ്രഹാമിനെക്കുറിച്ച് പഠിച്ചത് മാത്രം നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ, ദൈവം അബ്രഹാമിനെ വിളിച്ചു, ഒരു സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞു. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. അബ്രഹാമിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് വിശ്വാസം. അബ്രഹാമിനെ വിളിക്കുന്നത് തന്നെ വിശ്വാസികളുടെ പിതാവെന്നാണ്. അപ്പോൾ ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ ചരിത്രം. അതുകൊണ്ടാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മളെയൊക്കെ വിശ്വാസികളെന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ ചരിത്രം, വിശ്വാസത്തിൽ കൂടി എങ്ങനെ ദൈവത്തിന് മനുഷ്യരെ പുനർസൃഷ്ടിക്കുവാനായിട്ട് കഴിയും എന്നതിൻ്റെ ചരിത്രം ഒക്കെയാണ് നമ്മൾ ഈ പൂർവ്വപിതാക്കന്മാരിൽ കാണുന്നത്. അതുകൊണ്ട് വേണമെങ്കിൽ ഈ പൂർവ്വപിതാക്കന്മാരെ ഫൗണ്ടേഴ്സ് ഓഫ് ദി ഫാമിലി ഓഫ് ഫെയ്ത്ത്, വിശ്വാസ ഭവനത്തിൻ്റെ അടിത്തറ ഇട്ട ആളുകൾ എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ ദൈവം മനുഷ്യനെ വീണ്ടെടുക്കുന്നതിൻ്റെ ചരിത്രം വിശ്വാസികളുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹിതനായ അബ്രഹാം വഴിയാണ് ആരംഭിക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ അബ്രഹാമിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ചിന്തിക്കുവാനിടയായല്ലോ. അബ്രഹാമിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വേദപുസ്തകം നമുക്ക് നൽകുന്നത് ഉൽപ്പത്തി പുസ്തകം 12 മുതൽ 23 വരെയുള്ള അധ്യായങ്ങളിലാണ്. ഉൽപ്പത്തി 12 മുതൽ 23 വരെയുള്ള അധ്യായങ്ങളിലാണ് അബ്രഹാമിനെക്കുറിച്ച് നമ്മോട് ദൈവവചനം ഇടപെടുന്നത്. ഈ അധ്യായങ്ങൾ വായിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദ സ്പിരിച്വൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് അബ്രഹാം. അബ്രഹാം നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനാണ്. നമ്മൾ പുതിയ നിയമത്തിൽ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനെന്ന് വായിക്കുന്നത് പോലെ അബ്രഹാമും നോഹയും ഹാനോക്കും ഹാബേലും നമ്മൾ വായിക്കുന്ന ഏത് ചരിത്ര പുരുഷനും നമ്മെപ്പോലെ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യരാണ്. എന്നാൽ ദൈവം അവരോട് ഇടപെട്ടപ്പോൾ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ആത്മീയത ഉണരുകയും അവരിൽ മരിച്ചു കിടന്ന ആത്മാവ്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടന്ന ആത്മാവ് ഉണരുകയും അവരിലൊരു ആത്മീയ വളർച്ച, നമ്മൾ യേശുവിനെക്കുറിച്ച് വായിക്കുമ്പോൾ പൈതൽ വളർന്നു ആത്മാവിൽ ബലപ്പെട്ടു എന്ന് വായിക്കുന്നത് പോലെ ഇവരുടെ ആത്മീയ ജീവിതം പ്രബലമാവുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആത്മീയ ജീവിതം പ്രബലമായതുകൊണ്ട് ഭൗതിക സാഹചര്യങ്ങളും സമസ്യകളും സുപ്രധാനമല്ല, ലോകത്തെ അവർ യോഗ്യമല്ല എന്നെണ്ണിയിട്ട് ആത്മീയമായതിൻ്റെ പിന്നാലെ മാത്രം പോകുന്ന ഒരു ജീവിത മാതൃകയാണ് അബ്രഹാമിലും ഇസഹാക്കിലും ഒക്കെ നമ്മൾ കാണുന്നത്. ഇതെന്തിനാണ് നമ്മൾ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളെന്തിനാണ് അബ്രഹാമിനെക്കുറിച്ച് പഠിക്കുന്നത്? വേദപുസ്തകത്തിൽ എന്തിനാണ് അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ദിസ് കറസ്പോണ്ട്സ് ടു ദ സ്പിരിച്വൽ ഗ്രോത്ത് ഓഫ് എവ്രി ഹ്യൂമൻ സോൾ. എല്ലാ മാനവ ആത്മാക്കളുടെയും വളർച്ച, ഉണർവ്, അവരുടെ
ഉന്നമനം, ഇത് ഇവരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ അവരതെങ്ങനെ കൈവരിച്ചു എന്നുള്ളത് കാണുമ്പോൾ നമുക്കും അത് ആർജിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. അബ്രഹാമിനെ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് സമസ്വഭാവമുള്ള അബ്രഹാം നമ്മേക്കാൾ അപ്പുറത്തേക്ക് കടന്നുപോയിട്ട് വിശ്വാസികളുടെ പിതാവും ദൈവത്തിൻ്റെ സ്നേഹിതനുമായെങ്കിൽ അബ്രഹാം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കും ഇതുപോലെ വിശ്വാസ വീരന്മാരാകുവാനും നിങ്ങൾക്കും ഇതുപോലെ ദൈവത്തിൻ്റെ സ്നേഹിതന്മാരാകുവാനും സാധിക്കും. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്കും എന്തുകൊണ്ട് ഇതുപോലെ ആയിക്കൂടാ എന്ന് ഒരു ചലഞ്ച്, ഒരു വെല്ലുവിളി നമ്മുടെ മുമ്പിൽ അവിടെ ആ അധ്യായം ഉയർത്തുന്നത്. അതുകൊണ്ട് അബ്രഹാമിനെക്കുറിച്ച് പഠിക്കുമ്പോൾ, ഇസ്ഹാക്കിനെക്കുറിച്ച് പഠിക്കുമ്പോൾ, യാക്കോബിനെക്കുറിച്ച് പഠിക്കുമ്പോൾ, ജോസഫിനെക്കുറിച്ച് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നമ്മളുടെ ആത്മീയ വളർച്ചയുടെ ഒരു സൂചകമാണ്. ആത്മീയമായിട്ട് നമുക്കെങ്ങനെ വളരാം, നമ്മുടെ ആത്മാവിനെ എങ്ങനെ ദൈവോന്മുഖമായി വളർത്തിയെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു സൂചകമാണ്. അതിൻ്റെ ഒരു നല്ല എക്സാമ്പിളാണ്, നല്ലൊരു ടൈപ്പാണ്, നല്ലൊരു മാതൃകയാണ് ഈ ആളുകൾ നമുക്ക് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഇതെല്ലാം എങ്ങനെ തുടങ്ങിയെന്ന് ചോദിച്ചാൽ, അബ്രഹാമിനെക്കുറിച്ച് നമ്മൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഹി റെസ്പോണ്ടഡ് ടു ദ കോൾ ഓഫ് ഗോഡ്. 12-ാം അധ്യായത്തിൽ നമ്മളങ്ങനെ വായിച്ചു തുടങ്ങുന്നത്, ദൈവം അബ്രഹാമിനോട്, 12-ന്റെ 1 നമുക്കൊന്ന് വായിക്കാം. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിക്കുവാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. അപ്പോൾ അബ്രഹാമിനോട് ദൈവം ഇടപെടുന്നതായിട്ടാണ്, സംസാരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. വിച്ച് ഈസ് ടെക്നിക്കലി കോൾഡ് ദ കോൾ ഓഫ് ഏബ്രഹാം. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളിലൊക്കെ ആരംഭിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ ഒരു വിളി നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കുന്നതോടുകൂടിയാണ്. വിളിയാണ്. ദൈവം എന്നെ വിളിക്കുന്നു, ദൈവം നിങ്ങളെ വിളിക്കുന്നു. അപ്പോൾ ആ വിളിക്കുള്ള നമ്മുടെ പ്രതികരണം നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. ദൈവം, യഹോവയായ ദൈവം സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമനം വരെയും ഭൂമിയെ എന്ന് പറഞ്ഞാൽ എന്നെയും നിങ്ങളെയും മനുഷ്യരെ വിളിക്കുന്നു. നമ്മളെ വിളിക്കുന്ന ഒരു ദൈവം. ആ വിളി നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു, മുഖം തിരിഞ്ഞ് നിൽക്കുന്നുവോ അതോ നമ്മളതിനെ സ്വീകരിക്കുന്നുവോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അബ്രഹാം എന്ത് ചെയ്തതെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ചു. നാം വായിക്കുന്നുണ്ട്, അബ്രഹാം ഈ വിളി കേട്ടപ്പോൾ താൻ എങ്ങോട്ട് പോകുന്നുവെന്ന് അറിയാതെ അവൻ വിട്ട് പുറപ്പെട്ട് കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോയി. അപ്പം റെസ്പോൺസ് ടു ദ കോൾ. അപ്പോൾ ദൈവം നമ്മളെ വിളിക്കുമ്പോൾ നമ്മളെ വിളിക്ക് അനുകൂലമായിട്ട് പ്രതികരിക്കുകയാണെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. പക്ഷേ അനുകൂലമായിട്ട് പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ അത്യാവശ്യമാണ്. അബ്രഹാം നമ്മെ പഠിപ്പിക്കുന്ന 2 അടിസ്ഥാന പ്രമാണങ്ങൾ: വിശ്വാസവും അനുസരണവും. ഫെയ്ത്ത് ആൻഡ് ഒബീഡിയൻസ്. വിശ്വാസവും അനുസരണവും. വിശ്വസിക്കുകയും ദൈവമാണ് എന്നെ വിളിച്ചത്, ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ പോകുന്നു എന്നുള്ള വിശ്വാസം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ വിളിയെ അനുസരിക്കും. അപ്പോൾ ആ വിളിയെ തിരിച്ചറിഞ്ഞ് അതിനെ വിശ്വസിച്ച് അതിനെ അനുസരിക്കുവാൻ ഞാൻ തയ്യാറാകുമ്പോഴാണ് ദൈവത്തിന് എന്നിൽ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ മുഖവുര നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് അബ്രഹാമിൻ്റെ ജീവിതം നമുക്ക് ഒന്നുകൂടെ പുനർവിചിന്തനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ 23-ാം അധ്യായം വരെയാണ് അബ്രഹാം നമുക്ക് ദൃശ്യവേദ്യമാകുന്നത്, അബ്രഹാമിനെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഓരോ അധ്യായത്തിലും നമ്മൾ എന്ത് കാണാനാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്നുള്ളത് ഞാൻ ചുരുക്കത്തിലൊന്ന് പറയാം. ഒറ്റ സെൻറ്റൻസാണ് പറയുന്നത്. നിങ്ങൾ ലളിതമായിട്ട് അത് നോട്ട് ചെയ്താൽ മതി, വിശദമായിട്ട് പറയാൻ വേണ്ടിയല്ല. 12-ാം അധ്യായം കോൾ ഓഫ് ഏബ്രഹാം. ദൈവം അബ്രഹാമിനെ വിളിക്കുന്നതാണ് 12-ാം അധ്യായത്തിലെ വിഷയം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവം നമ്മളെ വിളിക്കുമ്പോൾ അത് വിശ്വസിച്ച് അനുസരിച്ച് ദൈവത്തിൻ്റെ വിളിക്ക് അനുസൃതമായി പ്രതികരിക്കണം. അപ്പോൾ അബ്രഹാം അങ്ങനെ ചെയ്തു എന്നുള്ള കാര്യമാണ് വിളി എന്ന് പറഞ്ഞതിനകത്ത് കിടക്കുന്നത്. ദൈവം അബ്രഹാമിനെ വിളിച്ചു. നമ്മളോട് പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ വിളിയും നിങ്ങളുടെ തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുക. അപ്പോൾ നമ്മുടെ വിളി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അബ്രഹാമിനെ ദൈവം വിളിച്ചു. എങ്ങനെ വിളിച്ചു, അബ്രഹാം എങ്ങനെ പ്രതികരിച്ചു, ഇത് 12-ാം അധ്യായം. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സെപ്പറേഷൻ ഞാൻ പറയും, വേർപാട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് അബ്രഹാമിൻ്റെ ചരിത്രവും കൂടി അറിയാമെങ്കിൽ, അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ വിളിക്കാത്ത ചിലരും അബ്രഹാമിൻ്റെ കൂടെ കൂടി. അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ വിളിക്കാത്ത ചില ആളുകളും, അബ്രഹാമിൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട് നിന്നവരും വിളി കേൾക്കാത്തവരുമായ ചില ആളുകളും അബ്രഹാമിൻ്റെ കൂടെ കൂടി. നമ്മുടെ കൂടെ അങ്ങനെ കൂടാറുണ്ട്. നമ്മളൊരു ദൈവവിളി കേട്ട് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മൾ കേട്ട വിളി ശരിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ കുടുംബാംഗങ്ങളോ സഹോദരന്മാരോ ഭാര്യയോ ഭർത്താവോ മക്കളോ ഒക്കെ കൂടിയെന്ന് വരാം.
അല്ലെങ്കിൽ നിർബന്ധിച്ച് ചിലപ്പോൾ കൂടെ കൂട്ടിയെന്ന് വരാം. പക്ഷേ അവരും വ്യക്തിപരമായി ഈ വിളി കേൾക്കേണ്ടതാണ്. ദൈവത്തിന് കൊച്ചുമക്കളില്ല, ദൈവത്തിന് മക്കൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അബ്രഹാമിൻ്റെ കൂടെ കൂടിയ ആളുടെ പേര് ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾക്കറിയാം. ആരാണ് കൂടെ കൂടിയത്? ലോത്താണ്. അപ്പോൾ അബ്രഹാമും 13-ാം അധ്യായത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത് അബ്രഹാമും ലോത്തും തമ്മിൽ വേർപിരിയേണ്ടത് ആവശ്യമായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്ക് കൂടി യാത്ര തുടരാനായിട്ട് സാധിക്കുകയില്ല. വിശ്വാസിക്കും അവിശ്വാസിക്കും, ദൈവവിളി കേട്ടവനും കേൾക്കാത്തവനും, കേട്ടവൻ്റെ വിളി ശരിയാണെന്ന് പറയുന്നവനും കേട്ടവനും കൂടെ ഒരിക്കലും പോകാനൊക്കുകയില്ല. ഓരോരുത്തരും ദൈവത്തിൻ്റെ വിളി കേൾക്കേണ്ടത് ഇതൊരു വ്യക്തിപരമായ കാര്യമാണ്. അതുകൊണ്ട് ആ വിളി കേൾക്കാത്ത ഒരാൾ കൂടെ കൂടിയാൽ അവരുടെ യാത്ര ഒരിക്കലും ശരിയാകുകയില്ല. അത് ഇടയ്ക്ക് വെച്ച് എവിടെയെങ്കിലും വെച്ച് കുഴപ്പമുണ്ടാവും. അബ്രഹാമിൻ്റെ ഇടയന്മാരും ലോകത്തിൻ്റെ ഇടയന്മാരും തമ്മിൽ എന്തുണ്ടായി? സംഘട്ടനം. അവർക്ക് ഒരുമിച്ച് ദേശത്ത് വസിക്കാൻ കഴിയാതെ വന്നു. അപ്പോൾ അവർ തമ്മിൽ പിരിയേണ്ടതായി. അതാണ് സെപ്പറേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ നാം വിട്ടു പിരിയേണ്ടതിനെല്ലാം, കാരണം ദൈവം വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞത് എന്താണെന്നറിയാമോ? നിൻ്റെ സ്വജനത്തെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്. പക്ഷേ സ്വജനത്തിൽ കുറേ പേര് വിട്ടുപോയില്ല, അവർ കൂടെ കൂടി. അപ്പോൾ വിടാൻ പറഞ്ഞതിനെയൊക്കെ വിട്ടേ മതിയാവുകയുള്ളൂ. ഇല്ലെങ്കിൽ ദൈവം വിടിയിക്കുന്ന ഒരു കണ്ടീഷൻ കൊണ്ടുവരും. കാരണം ഇത് രണ്ടും കൂടെ ചേർന്ന് യാത്ര തുടരാനായിട്ട് സാധിക്കുകയില്ല. സോ ദ 13th ചാപ്റ്റർ എക്സ്പ്ലെയിൻസ് അബൌട്ട് സെപ്പറേഷൻ. എങ്ങനെയാണ് നമ്മൾ വേർപിരിയേണ്ടത്, നാം ഒരു വേർപാടിൻ്റെ ജീവിതം, ദൈവവിളി കേട്ട് ദൈവത്തോടൊപ്പം മാത്രം സഞ്ചരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് 13-ാം അധ്യായമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇവർ വേർപെട്ട് കഴിഞ്ഞപ്പോൾ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? ഇവർ രണ്ടുപേരും പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്നറിയാമോ? യഹോവയായ ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു. അതുവരെ സംസാരിക്കാൻ വിമുഖനായിരുന്ന ദൈവം, അല്ലെങ്കിൽ സംസാരിക്കാതിരുന്ന ദൈവം, നമുക്ക് വേണമെങ്കിൽ വായിക്കാം 13-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം മുതൽ. അതുകൊണ്ട് അബ്രാം ലോത്തിനോട്, എനിക്കും നിനക്കും എൻ്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കം ഉണ്ടാകരുതേ, നാം സഹോദരന്മാരല്ലോ. ദേശമെല്ലാം നിന്റെ മുൻപാകെ ഇല്ലയോ? എന്നെ വിട്ടു പിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ നദിക്കരയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സൊദോമിനെയും ഗൊമോരയെയും ചുരുക്കം പറഞ്ഞാൽ അവർ തമ്മിൽ പിരിഞ്ഞു. അപ്പോൾ അവരെടുത്ത തീരുമാനവും നിങ്ങൾ നോക്കണം. ഒരാളെങ്ങനെ തീരുമാനിച്ചു, മറ്റേ ആളെങ്ങനെ തീരുമാനിച്ചു? നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ വിളി കേൾക്കാത്തവൻ കണ്ണുകൊണ്ട് കണ്ട് നല്ല സ്ഥലം തിരഞ്ഞെടുത്തു. വിളി കേട്ടവൻ അവന് കാണുന്നതൊന്നും ഒരു വിഷയമല്ല. അവൻ്റെ ജീവിതം കാഴ്ചപ്രകാരമല്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്? കാഴ്ചയാലല്ല, വിശ്വാസത്താലാ. ലോത്ത് ജീവിക്കുന്നത് കാഴ്ചയാൽ. അവിടെ എഴുതിയിട്ടുണ്ട്, കണ്ടു. 10-ാം വാക്യം. അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെ നീരോട്ടമുള്ളതെന്ന് കണ്ടു. അപ്പൊ നോക്കി കണ്ടു, അത് രണ്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. ലോത്ത് നോക്കി കണ്ടു. അബ്രഹാം നോക്കിയില്ലേ, കണ്ടില്ലേ എന്ന് ചോദിച്ചാൽ അബ്രഹാം നോക്കി. പക്ഷെ അബ്രഹാം ആ കണ്ടതിലല്ല. കാരണം അവന് കണ്ടതിനെ വെച്ച് നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിലല്ല തീരുമാനം എടുക്കാനുള്ളത്. അവൻ്റെ തീരുമാനം ദൈവത്തിൻ്റെ വിളിയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് അബ്രഹാം കാഴ്ചപ്രകാരമല്ല, വിശ്വാസത്താൽ. ഇതാണ് ഞാൻ പറഞ്ഞത്, ദൈവവിളി കേട്ടവൻ്റെ വിശ്വാസം എപ്പോഴും, അവൻ്റെ ജീവിതം എപ്പോഴും വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്, അനുസരണത്തിൽ അധിഷ്ഠിതമാണ്. അങ്ങനെ അവർ തമ്മിൽ പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ 14-ാം വാക്യം. ലോത്ത് അബ്രാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രാമിനോട് അരുളി ചെയ്തത്. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സെപ്പറേഷൻ ഗോഡ് സ്പോക്ക് ടു ഏബ്രഹാം. അവർ വിട്ടുപിരിഞ്ഞ ശേഷം ദൈവം അബ്രഹാമിനോട് എന്താ സംസാരിച്ചത്? നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. 17-ാം വാക്യം. നീ പുറപ്പെട്ട് ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്കുകയും ഞാൻ അത് നിനക്ക് തരും. അപ്പോഴാണ് അബ്രഹാം കൂടാരം നീക്കി ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്ന് പാർത്തു. അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. അപ്പം അബ്രഹാമിനെ ദൈവം നയിക്കുന്നത് കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ്. അപ്പം അതിൻ്റെ തുടക്കമെന്ന് പറയുന്നത് വേർപാടാണ്. അപ്പം ദൈവവിളി കേട്ടവനും വിളി കേൾക്കാത്തവനും കൂടി ഒരുമിച്ച് യാത്ര ചെയ്യാൻ സാധിക്കുകയില്ല. അവർ തമ്മിൽ പിരിയേണ്ടത് ആവശ്യം. പിരിഞ്ഞു കഴിയുമ്പോൾ ദൈവം തീർച്ചയായിട്ടും ഇടപെട്ടിട്ട് ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു, അവനെ ധൈര്യപ്പെടുത്തി, അവനെ ഉറപ്പിച്ചു. അവനോട് പറഞ്ഞത്, ലോകത്ത് നല്ല സ്ഥലമൊക്കെ തിരഞ്ഞെടുത്തെന്ന് വിചാരിച്ചൊന്നും നീ വിഷമിക്കേണ്ട, അതിനേക്കാൾ മനോഹരമായ നിനക്ക് കാണാവുന്നതെല്ലാം ഞാൻ നിനക്ക് തരാൻ പോവുകയാണ്. നീ തെക്കോട്ടും വടക്കോട്ടും ഒക്കെ നോക്കിക്കോ,
നീ സഞ്ചരിക്കാവുന്നിടത്തോട്ടൊക്കെ സഞ്ചരിച്ചോ, നെടുകയും കുറുകയും നടന്നോ, ഇതെല്ലാം ഞാൻ നിനക്ക് തരാൻ. അപ്പോൾ അത് കിട്ടുമെന്ന് അബ്രഹാം എന്ത് ചെയ്യണം? വിശ്വസിക്കണം. പിന്നെ എന്താ പറഞ്ഞത്? നെടുകയും കുറുകയും നടക്കുക ഞാൻ തരാമെന്നാണ് പറഞ്ഞത്. അപ്പം ഫെയ്ത്ത് ആൻഡ് ഒബീഡിയൻസ്. വിശ്വസിച്ചാൽ നടക്കും, ഇല്ലെങ്കിൽ നടക്കുകയല്ല. അതുകൊണ്ട് അബ്രഹാമിൻ്റെ ജീവിതം കാഴ്ചപ്രകാരമല്ല, അത് വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. അവൻ വിശ്വസിച്ച് ദൈവത്തെ അനുസരിച്ചാണ് തൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. 14-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ കാണുന്നത് ഈ ഭൂമിയിലെ ഒരു 3-4 രാജാക്കന്മാർ അബ്രഹാമിന് എതിരായിട്ടൊരു സഖ്യമുണ്ടാക്കിയിട്ട് അബ്രഹാമിനെ എതിരിടാനായിട്ട് വരുന്നതാണ്. എന്നാൽ അബ്രഹാമിന് ദൈവം എന്ത് കൊടുത്തു? ജയം കൊടുത്തു. സോ അതുകൊണ്ട് ആ അധ്യായത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിക്ടറി എന്ന് അതായത് അബ്രഹാം നെടുകയും കുറുകയൊക്കെ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ അതിനെതിരെ അബ്രഹാമിനോട് പറഞ്ഞു, നീ നെടുകയും കുറുകയൊക്കെ സഞ്ചരിക്കുക, ഇതെല്ലാം ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നെടുകയും കുറുകയും സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഭൂമിയുടെ രാജാക്കന്മാർ, ഈ ഭൂമിയുടെ അധികാരികൾ, പല പ്രഭുക്കന്മാരുണ്ട് ഇവിടെ, പാഴ്സി പ്രഭുവിനെ പോലെ. ആ പ്രഭുക്കന്മാരെല്ലാം കൂടെ സഖ്യം ചെയ്തു. നിങ്ങൾ അധ്യായം പഠിക്കണം. സഖ്യം ചെയ്തിട്ട് അവരെല്ലാം കൂടി ഒരു യുണൈറ്റഡ് ഫോഴ്സായിട്ട് അബ്രഹാമിനെതിരെ നീങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അബ്രഹാം ജയാളിയായി. ദൈവം അബ്രഹാമിന് നഷ്ടപ്പെട്ടതെല്ലാം 14-16 വായിക്കാം. 14-16 അവൻ സമ്പത്തൊക്കെയും മടക്കി കൊണ്ടുവന്നു. തന്റെ സഹോദരനായ ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെയും കൂടെ മടക്കി കൊണ്ടുവന്നു. അവനെല്ലാം മടക്കി കൊണ്ടുവന്നു. അവൻ എന്തെങ്കിലും നഷ്ടപ്പെട്ടെന്ന് തോന്നിയെങ്കിൽ, അവൻ ഇല്ലാഞ്ഞ സമയത്ത് എന്തെങ്കിലും ഈ രാജാക്കന്മാർ എന്തെങ്കിലും കയറി അടിച്ച് പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ അബ്രഹാം അതെല്ലാം മടക്കി, ഹി റിക്കവേർഡ് എവറിതിങ്. ദാവീദിനെ കുറിച്ച് നമ്മളിത് വായിക്കുന്നുണ്ട്. ദാവീദിന് കുറേ കാര്യങ്ങളൊക്കെ ഇതുപോലെ ഇടയ്ക്ക് നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ദാവീദെല്ലാം തിരിച്ചു പിടിച്ചു, മടക്കി കൊണ്ടുവന്നു. അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ നമുക്ക് വിശ്വാസ ജീവിതത്തിൽ പെട്ടെന്ന് ആകസ്മികമായിട്ട് ചില സെറ്റ് ബാക്കുകളൊക്കെ ഉണ്ടായെന്ന് വരാം. ബട്ട് ഗോഡ് ഈസ് എ ഗോഡ് ഹു റിക്കവേഴ്സ്. നമ്മളെ മടക്കി കൊണ്ടുവന്ന് നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തരുന്നൊരു ദൈവമാണ്. കാരണം ദൈവം പറഞ്ഞതാ, നീ ഇതൊക്കെ നടന്ന് നിൻ്റേതാക്കിക്കോ, ഇതെല്ലാം നിനക്ക് തരാമെന്ന് ദൈവം പറഞ്ഞാൽ ദൈവം ഒരിക്കലും വാക്ക് മാറുകയില്ല. അത് നമ്മളുടേതാണ്. അപ്പോൾ അതിൽ നമുക്ക് ജയമുണ്ട്. പക്ഷെ ജയം കിട്ടിയപ്പോഴും അബ്രഹാം അഹങ്കരിക്കുന്നില്ല. അബ്രഹാം ദൈവത്തെ ഓർക്കുന്നുണ്ട്. കാരണം ഈ അധ്യായത്തിലാണ് നമ്മൾ അബ്രഹാമിനെ എതിരേറ്റു വരുന്ന മൽക്കീസേദെക്കിനെ, ശാലേം രാജാവിനെ കാണുന്നത്. അപ്പോൾ അബ്രഹാം എന്ത് ചെയ്തു? അബ്രഹാം സകലത്തിലും അവന് ദശാംശം കൊടുത്തു. അപ്പോൾ ദശാംശം ഏത് നിയമത്തിലെ ഉപദേശം എന്ന് ചോദിച്ചാൽ, ദശാംശം പലരും ഇപ്പോൾ പഴയ നിയമത്തിലാണോ പുതിയ നിയമത്തിലാണോ, അത് മോശയുടെ ന്യായപ്രമാണത്തിലെ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതൊന്നിലേമല്ല. ദൈവം അബ്രഹാമിൻ്റെ കാലം മുതൽ തന്നെ എന്ത് വെച്ചിട്ടുണ്ട്? ദശാംശം വെച്ചിട്ടുണ്ട്. ദൈവത്തിന് അത് അവകാശപ്പെട്ടതാണെന്ന് അബ്രഹാമിന് ആരും പറഞ്ഞു കൊടുത്തില്ലല്ലോ. അബ്രഹാമിൻ്റെ ഉള്ളിലുണ്ടായ ഒരു ഉത്ബോധമാണ്, ഇതെല്ലാം ദൈവം തന്നതാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ദൈവത്തിന് കൊടുത്തേ മതിയാവൂ. അതൊരു പ്രത്യേക ശതമാനമായെങ്കിലേ അതിനൊരു കൃത്യത വരുള്ളൂ. അതുകൊണ്ട് നീ 10 ഇങ്ങോട്ട് തരണമെന്ന് ദൈവം കൽപ്പന കൊടുത്തപ്പോഴല്ല 10 അങ്ങോട്ട് കൊടുത്തത്, ആണോ? ന്യായപ്രമാണത്തിൽ മോശയോട് ഇങ്ങനെ 10 കൊടുക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചപ്പോഴല്ല. ഇത് അതിന് എത്രയോ മുമ്പ് അബ്രഹാം അങ്ങോട്ട് ദശാംശം കൊടുക്കുന്നതും ഈ മൽക്കീസേദെക്കിനെ വന്ദിക്കുന്നതും എല്ലാം നമുക്ക് ഈ അധ്യായത്തിൽ, ഇത് യേശുക്രിസ്തുവിൻ്റെ പ്രതീകമാണെന്ന് നമുക്ക് എബ്രായ ലേഖനം വായിച്ചാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഇതിനോടുള്ള ബന്ധത്തിൽ പഠിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തി മുമ്പോട്ട് പോകുന്നു. 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അബ്രഹാമും ദൈവവും തമ്മിൽ ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുന്നതാണ്. ദൈവം അബ്രഹാമിനോട് ഒരു നിയമം, ഒരു ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടി നിലനിൽക്കുന്നതാണ്. അതൊരു വളരെ ഗൗരവമായ ഉടമ്പടിയായിരുന്നു. ആ ഉടമ്പടിയാണ് പിൽക്കാലത്തും ദൈവം ചരിത്രത്തിൽ സംഭവത്തിലേക്ക് കൊണ്ടുവരുന്നതെന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. 13-ാം വാക്യം 15-13 മുതലൊന്ന് വായിച്ചാൽ, അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്തെ 400 സംവത്സരം പ്രവാസികളായിരുന്ന് ആ ദേശക്കാരെ സേവിക്കും. അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിന്റെ ശേഷം അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു പോരും. നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും. നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. ഉണ്ടോ? അപ്പോൾ ദൈവം അബ്രഹാമിനോട് 18-ാം വാക്യം, യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു. അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു. അബ്രഹാമിനോട് ദൈവം ഒരു നിയമം ചെയ്തു. ആ നിയമത്തിനകത്ത് ദൈവം പറഞ്ഞു, നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി മുതൽ ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശം കേന്യർ, കെനീസ്യർ, കത്മോന്യർ, ഹിത്യർ, പെരിസ്യർ, റെഫായിമ്യർ, അമോര്യർ, കനാന്യർ, ഗിർഗശ്യർ, യെബൂസ്യർ എന്നിവരുടെ ദേശത്തെ തന്നെ തന്നിരിക്കുന്നു എന്നരുളി ചെയ്തു.
അപ്പോൾ ദൈവം അബ്രഹാമുമായിട്ടൊരു നിയമം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം അടിമകളായി പാർക്കും, പിന്നീട് ഞാൻ അവരെ അവിടെ നിന്ന് മടക്കി വരുത്തും. അപ്പോൾ ചരിത്രം നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് അറിയാം ഇതെല്ലാം പിൽക്കാലത്ത് സംഭവിച്ചു. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചോ ഒരാകാംക്ഷ നിങ്ങളുടെ ഹൃദയത്തിൽ ഇല്ലാത്തത് നിങ്ങൾക്ക് കഥ അറിയാവുന്നത് കൊണ്ടാണ്. അപ്പോൾ ദൈവം പറഞ്ഞ കാര്യം ദൈവം നിവർത്തിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ദൈവം അബ്രഹാമിനോടൊരു ഉടമ്പടി ചെയ്ത കാര്യമാണ് 15-ാം അധ്യായത്തിൻ്റെ വിഷയം. അപ്പോൾ ഈ ഉടമ്പടി ചെയ്ത കൂട്ടത്തിൽ ദൈവം ഒരു കാര്യം പറഞ്ഞായിരുന്നു. എന്താ പറഞ്ഞതെന്നറിയാമോ? നിൻ്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത്. അപ്പോൾ അബ്രഹാമിന് എന്തില്ല? സന്തതിയില്ല. ദേശമില്ല പോട്ടെ, കാരണം ദേശത്തുനിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നതാണ്. അപ്പം ഇപ്പം ഇല്ലാത്ത സാധനം ദേശമല്ല, കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ ദേശത്തെക്കുറിച്ച് ഭാരമൊന്നുമില്ല. കാരണം ദേശമൊക്കെ വിടാൻ പറഞ്ഞു, ദേശമൊക്കെ വിട്ടിങ്ങി പോകുന്നതാണ്. ഇപ്പോൾ ഇല്ലാത്തത് സന്തതിയാണ്. അപ്പോഴാണ് പറയുന്നത് നിൻ്റെ സന്തതി എന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അബ്രഹാം ചെയ്ത ഒരു അബദ്ധമാണ് നമ്മൾ 16-ാം അധ്യായത്തിൽ കാണുന്നത്. എന്താണത്? അബ്രഹാം ദൈവം പറഞ്ഞ ആലോചന പൂർണ്ണമായിട്ട് കേൾക്കാതെ ഭാര്യയുടെ ആലോചന കേട്ടു. ഭാര്യയുടെ ആലോചന കേട്ടിട്ട് ദാസിയായ ഹാഗാറിൻ്റെ അടുക്കൽ ചെന്നിട്ട് അവിടെ അതൊരു ടെംപ്റ്റേഷൻ ആൻഡ് ഫോൾ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു പ്രലോഭനമാണ്. ആ പ്രലോഭനത്തിന് വശംവദനായതിൻ്റെ പ്രത്യാഘാതം. പാപം ചെയ്താൽ വേദപുസ്തകത്തിൽ വിശുദ്ധന്മാരുടെ എല്ലാം പാപം എടുത്ത് കാണിക്കുന്നുണ്ട്. അബ്രഹാം ഇതിനു മുമ്പേയും പാപം ചെയ്തിട്ടുണ്ട്. 12-ാം അധ്യായം വായിച്ചാൽ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, തൻ്റെ ഭാര്യ മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയപ്പോൾ സഹോദരിയാണെന്ന് കളവ് പറഞ്ഞു. അപ്പോൾ ഈ കളവ് പറഞ്ഞതൊക്കെ കാണിക്കുന്നത് ഇതുപോലത്തെ അബദ്ധങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ. ഞാൻ കുറച്ച് മുമ്പേ നിങ്ങളോട് പറഞ്ഞായിരുന്നു, അബ്രഹാം നമുക്ക് സമസ്വഭാവമുള്ള, ഇപ്പോൾ എങ്ങനെ സമാധാനമായി കാണും. അബ്രഹാം നുണ പറഞ്ഞിട്ടുണ്ടല്ലേ, എന്നാൽ പിന്നെ കുഴപ്പമില്ല. അബ്രഹാം ഇതുപോലെ ഭാര്യയുടെ വാക്ക് കേട്ടു എങ്കിൽ പിന്നെ അല്ല, ഇത് അങ്ങനെ കുഴപ്പമില്ലെന്ന് സമാധാനിക്കാനല്ല, ഇത് നമ്മൾ പറയാതിരിക്കാൻ മാതൃക വെച്ച്. അബ്രഹാം ഏതാണെങ്കിലും നുണ പറഞ്ഞു, നീ പറയണ്ടെന്ന്. അബ്രഹാം ഭാര്യയുടെ ഉപദേശം കേട്ട് നീ അത് കേൾക്കണ്ട, നീ ദൈവത്തിൻ്റെ ഉപദേശം കേൾക്കണം. അബ്രഹാമിന് പറ്റിയ അബദ്ധം ആവർത്തിക്കാനല്ല, ആവർത്തിച്ച് സമാധാനിക്കാനല്ല, ആവർത്തിക്കാതിരിക്കാനാണ് ദൈവം ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കും. അത് മാത്രമല്ല, അങ്ങനെ എന്തെങ്കിലും പാപം ചെയ്താൽ അതിന് പരിണിത ഫലമുണ്ട്. ഇവിടെ എല്ലാം പരിണിത ഫലം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ പരിണിത ഫലം വിളിച്ചു വരുത്തരുതേ എന്നും കൂടി നമ്മളെ ഉപദേശിക്കാനാണ് ഈ പാപങ്ങളെല്ലാം ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. ഏതാണെങ്കിലും ആ ഹാഗാറിൻ്റെ അടുക്കൽ പോകാനായിട്ട് ഭാര്യയുടെ വാക്ക് കേട്ടതിൻ്റെ ഫലമായിട്ടാണ് അബ്രഹാമിന് ഒരു ശരിയല്ലാത്ത സന്തതി ജനിക്കുവാൻ ഇടയായത്. അതിൻ്റെ കുഴപ്പങ്ങൾ ഇന്നും നമ്മൾ അനുഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ഓർത്താൽ മതിയാകും. അതുകൊണ്ട് ദൈവത്തിന് അബ്രഹാമിനോട് പിന്നെയും ഇടപെടേണ്ടതായിട്ട് വന്നു. 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ദൈവം ഈ ഉടമ്പടി ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് അബ്രഹാമിൻ്റെ അടുക്കൽ. എന്നിട്ട് ആ ഉടമ്പടി ദൈവം ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇവനെപ്പോഴും ഓർത്തിരിക്കാൻ വേണ്ടി ഒരടയാളം കൊടുത്തു. ആ അടയാളത്തിൻ്റെ പേരാണ് പരിച്ഛേദന, സർക്കംസിഷൻ. അതാണ് 17-ാം അധ്യായത്തിൻ്റെ വിഷയം. പക്ഷേ 17-ാം അധ്യായം തുടങ്ങുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറയുന്ന കാര്യം നമ്മളൊന്ന് കേൾക്കുന്നത് നല്ലതാണ്. 17-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു എന്ന് പറഞ്ഞാൽ നിന്റെ പദ്ധതികളൊന്നും എൻ്റെ പദ്ധതിക്ക് ഇടയ്ക്ക് കൊണ്ടുവരണമെന്നായി പറഞ്ഞത്. ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുവാൻ എന്നെക്കൊണ്ട് ആകും, സാധിക്കും. അത് മാത്രമല്ല, നിങ്ങൾ ഈ അധ്യായങ്ങൾ കൂലങ്കഷമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ലോത്തും അബ്രഹാമും കൂടി പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു. എന്നാൽ അബ്രഹാം ഇതുപോലൊരു അബദ്ധം ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് നാളത്തേക്ക് ദൈവം സംസാരിച്ചില്ല എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. അവനവൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് അത് തിരുത്താനായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് വരുന്നത് വരെ ദൈവം അവനോട് സംസാരിക്കുന്നില്ല, ഇടപെടുന്നില്ല എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്നാൽ ദൈവത്തിന് അവനോട് കനിവ് തോന്നിയതുകൊണ്ട് അവന് 99 വയസ്സായപ്പോൾ, അപ്പം ഇതിന് മുമ്പ് എപ്പോഴായിരുന്നു സംസാരിച്ചത്, പിന്നെ എപ്പോഴാണ് സംസാരിച്ചതെന്നുള്ളത് ഹോംവർക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എത്ര കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ദൈവം സംസാരിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഏതാണെങ്കിലും ദൈവം കരുണയുള്ള ദൈവം അവനോട് സംസാരിച്ചു. അപ്പോൾ സംസാരിച്ചപ്പോൾ ദൈവത്തിന് ആദ്യം പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നീ വിചാരിച്ച ആളെപ്പോലെ അല്ല, ഞാൻ സർവശക്തിയോടെ ശ്രദ്ധായി, ഞാൻ സർവശക്തനായ ദൈവമാണ്, നീ അത് ഓർത്തോണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞാൽ അതങ്ങനെ തന്നെ നടപ്പാകും, അതങ്ങനെ തന്നെ നിവൃത്തിയാകും. അതേക്കുറിച്ച് നിനക്ക് ഭയാശങ്കകൾ ആവശ്യമില്ല. ഞാൻ നിൻ്റെ അതിമഹത്തായ പ്രതിഫലമാണ്, ഞാൻ നിൻ്റെ പരിചയമാണ്. ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യും. ഇത്
ഓർത്തിരിക്കാൻ വേണ്ടി ഞാനൊരു കാര്യം ചെയ്യാം, ഒരു അടയാളം തരാമെന്നാണ് പറഞ്ഞത്. ഈ അടയാളം നീ കാണുമ്പോഴൊക്കെ ഞാൻ നിന്നോട് ഇടപെട്ടെന്നും ഞാൻ നീയുമായിട്ടൊരു നിയമം ചെയ്തെന്നും ഒക്കെ നീ ഓർക്കാനിടയാകും. സോ ഗോഡ് ഗേവ് എ മാർക്ക്. നോഹയ്ക്ക് കൊടുത്തതുപോലെ ദൈവം ഒരു അടയാളം കൊടുത്തു. നോഹയ്ക്ക് കൊടുത്തത് ആകാശത്തിലൊരു അടയാളമായിരുന്നെങ്കിൽ അബ്രഹാമിന് കൊടുത്തത് ശരീരത്തിലൊരു അടയാളമാണ്. കാരണം ഈ ശരീരത്തിൻ്റെ ഭാഗം കാണുമ്പോഴൊക്കെ അവന് എന്താ ഓർമ്മ വരണം? ദൈവം എന്നോടൊരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. എൻ്റെ ദൈവം സർവശക്തനായ ദൈവമാണ്, എൻ്റെ ദൈവം ഉടമ്പടിയുടെ ദൈവമാണ്, എൻ്റെ ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. ഈ കാര്യമൊക്കെ അബ്രഹാം ഓർക്കുവാനായിട്ട് അബ്രഹാം ഒരു ഉടമ്പടിയിലും അതിൻ്റെ അടയാളത്തിലും കൂടി കടന്നു പോകേണ്ടതായിട്ട് വന്നു. 17-ാം അധ്യായം. 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം ലോത്തിൻ്റെ ജീവിതം എങ്ങനെ ദുഷ്കരമായി തീർന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് കാണുന്നത്. അതിനിടയ്ക്ക് ദൈവം അബ്രഹാമിൻ്റെ സ്നേഹിതൻ, അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതൻ ആയിരുന്നതുകൊണ്ട് അവർ തമ്മിലൊരു മധുര സമ്പർക്കം. 17-ാം അധ്യായം അതാണ്. അപ്പോൾ അതുകൊണ്ട് അബ്രഹാമിനോട് ദൈവം ഒന്നും മറച്ചു വെക്കുകയല്ല. തൻ്റെ ഭക്തന്മാർക്ക്, തൻ്റെ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്താതെ ദൈവം ഒരു കാര്യവും ചെയ്യുകയില്ല. അതുകൊണ്ട് സൊദോമിലൊക്കെ ദൈവം ന്യായവിധി അയക്കാൻ പോകുന്നു എന്നുള്ള കാര്യം ആരെ അറിയിച്ചു? അബ്രഹാമിനെ അറിയിച്ചു. അപ്പോൾ അബ്രഹാം എന്ത് ചിന്തിച്ച് കാണും എന്ന് ഈ കാലഘട്ടത്തിലെ ചിലരാണെങ്കിൽ ചിന്തിച്ച് കാണും, നല്ല കാര്യം, അത് തന്നെയാണ് അവന് കിട്ടേണ്ടത്. അവനോട് ഞാൻ പണ്ട് എൻ്റെ കൂടെ ഉള്ളപ്പോഴും പറഞ്ഞതായിരുന്നു, ദൈവത്തിൻ്റെ വിളിയൊക്കെ കേട്ട് ആ വഴിക്കൊക്കെ പോരണമെന്ന്. എന്നാൽ അതൊന്നും കേൾക്കാതെ അവൻ തലപൊക്കി നോക്കി നല്ല സ്ഥലമൊക്കെ കണ്ട് അതൊക്കെ തിരഞ്ഞെടുത്ത് പോയില്ലേ, അത് തന്നെ വരണം. അങ്ങനെയാണോ അബ്രഹാം ചെയ്തത്? നോ. അപ്പോൾ അവിടുത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഇൻ്റർസെഷൻ. 18-ാം അധ്യായത്തിൻ്റെ വിഷയം പക്ഷപാതം. അബ്രഹാം ദൈവസന്നിധിയിൽ നിന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ നിന്ന് അവൻ ദൈവത്തോട് പക്ഷപാതം ചെയ്യുകയാണ്. ലോത്തിൻ്റെ വിടുതലിനായി, ആ കുടുംബത്തിൻ്റെ വിടുതലിനായി അവൻ കെഞ്ചി ദൈവത്തിൻ്റെ കാല് പിടിച്ച്, നിങ്ങളത് വായിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു, ഇല്ലേ? ദൈവം ദുഷ്ടനോടുകൂടെ നീതിമാനെയും കൊന്നുകളയുമോ? അവിടെ 50 പേരുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ ചോദിച്ചോട്ടെ, 10 പേര് കുറഞ്ഞു പോയാലോ, 5 പേര് കുറഞ്ഞു പോയാലോ? ഇങ്ങനെ ദൈവത്തോട്, ഇതാണ് പക്ഷപാത പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ അധ്യായത്തിൽ കാണേണ്ടത് അബ്രഹാമിൻ്റെ ഇടനില, ദൈവത്തിനും മനുഷ്യനും ഇടയ്ക്ക് നിന്ന് ഒരു പൗരോഹിത്യ ശുശ്രൂഷ അബ്രഹാം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ദൈവത്തോട് അവൻ വാദിച്ച് പക്ഷപാതം ചെയ്ത് ആ ആളുടെ ജീവരക്ഷ ഉറപ്പാക്കി, ലോകത്തിൻ്റെ ജീവരക്ഷ ഉറപ്പാക്കി. അബ്രഹാം അങ്ങനെ ദൈവത്തോട് പക്ഷപാതം ചെയ്തതുകൊണ്ടാണ് ദൈവം ലോകത്തിനെ വിടുവിക്കുവാൻ സന്നദ്ധനായത്. 19-ാം അധ്യായത്തിൽ നമ്മൾ സൊദോം ഗൊമോറയാണ് കാണുന്നത്. സൊദോം ഗൊമോറയിൽ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടായിരുന്നെന്നും ദൈവം അതിന് എങ്ങനത്തെ ന്യായവിധിയാണ് അയച്ചതെന്നും അവിടെ എന്താ സംഭവിച്ചതെന്നും ഒക്കെയുള്ള കാര്യം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതായതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതില്ല. 19-ാം അധ്യായം കാണിക്കുന്നത് ദൈവം സൊദോം ഗൊമോറയ്ക്ക് അയച്ച വലിയ ന്യായവിധിയാണ്. എന്നാൽ ദൈവം അബ്രഹാമിൻ്റെ പ്രാർത്ഥനയെ മാനിച്ച് ലോത്തിനെയും കുടുംബത്തെയും അവിടുന്ന് രക്ഷിച്ചു. എങ്കിലും ലോത്തിൻ്റെ ഭാര്യ പുറകോട്ട് തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായിപ്പോയി. അപ്പോൾ അനുഗ്രഹം തന്നാലും അത് അവകാശപ്പെടുത്താൻ കഴിയാത്ത ആളുകളും ഉണ്ടെന്നുള്ളതും ഓർക്കണം. ആരെങ്കിലും പ്രാർത്ഥിച്ചായിരിക്കും വിടുതൽ കിട്ടിയത്. പക്ഷെ അതിനകത്ത് ഞാൻ നിങ്ങളെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് പോലെ നമ്മളുടെ ഒരു സഹകരണം ദൈവത്തിന് ആവശ്യമാണ്. ദൈവം പറയുകയാണ് പുറകോട്ട് നോക്കരുതെന്ന്. അപ്പോൾ എനിക്ക് പുറകോട്ട് നോക്കിയേ മതിയാകുമെങ്കിൽ ഇറ്റ് ഈസ് വിൽഫുൾ സിന്നിങ്. അത് നമ്മൾ ബോധപൂർവമുള്ള, മനഃപൂർവ്വമുള്ള പാപമാണ്. ദൈവത്തെ നിരസിക്കുക ചെയ്യുന്നത്. ചുട്ടുകളയുക അത്ര അതിൻ്റെ അന്തം. അതിനെ സഹായിക്കാൻ പിന്നെ ദൈവത്തിന് കഴിയില്ല. അതിന് നല്ലൊരു എക്സാമ്പിളാണ് ലോത്തിൻ്റെ ഭാര്യ. അപ്പോൾ അങ്ങനെ സൊദോം ഗൊമോറയ്ക്ക് ന്യായവിധി അയച്ചു. 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഗെരാർ രാജാവായ അബീമേലെക്കുമായിട്ട് അബ്രഹാമിനുണ്ടാകുന്ന ഒരു ഇടപാടാണ് വായിക്കുന്നത്. അവിടെയും അബ്രഹാമിന് ചില തെറ്റുകൾ പറ്റുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 20-ാം അധ്യായം, ഗെരാർ രാജാവായ അബീമേലെക്കുമായിട്ടുള്ള ഇടപാട്. എന്നാൽ അതും ദൈവം അവനോട് ക്ഷമിക്കുകയും പരിഹരിക്കുകയും ചെയ്തിട്ട് 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ എന്ത് കാണുന്നത്? ഇസഹാക്ക് ജനിക്കുന്നു. 21-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരുന്നത് പോലെ സാറായെ സന്ദർശിച്ചു. താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറായ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. അബ്രഹാമിന്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുളി ചെയ്തിരുന്ന അവധിക്ക് സാറ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു. സാറ അബ്രഹാമിന് പ്രസവിച്ച മകന് അവൻ ഇസഹാക്ക് എന്ന് പേരിട്ടു. ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചിരുന്ന പോലെ അവൻ തന്റെ മകനായ ഇസഹാക്കിനെ 8-ാം ദിവസം പരിച്ഛേദന കഴിച്ചു. തന്റെ മകനായ ഇസഹാക്ക് ജനിച്ചപ്പോൾ അബ്രഹാമിന് 100 വയസ്സായിരുന്നു. ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി, കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കുമെന്ന് സാറ പറഞ്ഞു. സാറ മക്കൾക്ക് മുല കൊടുക്കുമെന്ന് അബ്രഹാമിനോട് ആര് പറയുമായിരുന്നു? അവന്റെ വാർദ്ധക്യത്തിലല്ലോ ഞാൻ ഒരു മകനെ പ്രസവിച്ചത് എന്നും അവൾ പറഞ്ഞു. അപ്പോൾ അവന് ചിരി എന്ന്
പേരിട്ടു, അല്ലേ? ഇസഹാക്ക് എന്ന് പറഞ്ഞാൽ ചിരി എന്നാണ്. ചിരി എന്ന് പേരിട്ടു. അങ്ങനെ ഇസഹാക്ക് ജനിക്കുന്നു, ദൈവം തൻ്റെ വാഗ്ദാനം നിവർത്തിക്കുന്നു, ഒരു സന്തതിയെ കൊടുക്കുന്നു. അതാണ് 21-ാം അധ്യായത്തിൻ്റെ വിഷയം. എന്നാൽ 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, ദൈവം എന്ത് ചെയ്തു? പരീക്ഷിച്ചു. ദൈവം അബ്രഹാമിനെ അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ ടെസ്റ്റ് ചെയ്തു. എങ്ങനെ ടെസ്റ്റ് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അവനെ മോറിയ മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കാനായിട്ട് പറഞ്ഞു. അബ്രഹാം അതനുസരിച്ച് പോകുന്നത് നമുക്ക് കാണാം. എന്നാൽ ദൈവം അതിൽ നിന്ന് കൊടുത്ത വിടുതലും ഇസ്ഹാക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ പരിശോധിക്കാവുന്നതാണ്. ദൈവം അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നതും അബ്രഹാം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനെ പോലെ തിരികെ പ്രാപിക്കുന്നതും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. 23-ാം അധ്യായത്തിലാണ് നാം സാറയുടെ മരണം കാണുന്നത്. 23-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം സാറയുടെ മരണം. എന്നാൽ സാറയുടെ മരണം എന്നുള്ളതിനേക്കാൾ പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മക്പേല എന്ന് പറഞ്ഞാൽ ഒരു ശ്മശാന ഭൂമി വാങ്ങുന്നതാണ്. സാറയെ അടക്കാൻ വേണ്ടിയാണ് വാങ്ങിയത്. പക്ഷെ ഇവിടെ പലരെ അടക്കിയിട്ടുണ്ട്. അബ്രഹാമിനെ സാറയെ അടക്കി, പിന്നെ പുറകെ വന്ന മറ്റു പലരെയും ഈ ശ്മശാന ഭൂമിയിൽ അടക്കാൻ ഇടയായി. അപ്പോൾ അബ്രഹാമിന് ഈ ഭൂമിയിൽ ആകെ ഉണ്ടായിരുന്നത് എന്തായിരുന്നെന്ന് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അബ്രഹാമിനോട് ഞാൻ നിനക്ക് തരാമെന്നൊക്കെ പറഞ്ഞെങ്കിലും അബ്രഹാം വാങ്ങിയത് ഒരു സാധനം മാത്രമേ ഉള്ളൂ. എന്താണ്? 6 അടി മണ്ണ്, അല്ലേ? അത് മാത്രം, ഒരു ശ്മശാന ഭൂമി മാത്രമാണ്. അതും വില കൊടുത്ത് വാങ്ങുക ചെയ്തത്. അത് മാത്രമേ വാങ്ങി തൻ്റെ പേരിലുണ്ട്. എന്നാൽ അവൻ മഹാധനികനായിരുന്നു, ആടുമാടുകളും ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവൻ വാങ്ങിയത് ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ താൻ ആ സ്ഥലം വാങ്ങുന്നതാണ്. അതോടുകൂടെ വാസ്തവത്തിൽ അബ്രഹാമിൻ്റെ ജീവിതത്തിലെ നിർണായകമായ കാര്യങ്ങളൊക്കെ അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ 24-ാം അധ്യായത്തിൽ അബ്രഹാം ഒരു കാര്യവും കൂടി ചെയ്യുന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിന് വേണ്ടി ഒരു ഭാര്യയെ അന്വേഷിക്കുന്നു, ഒരു വധുവിനെ അന്വേഷിക്കുന്നു. അതിന് എലയാസറിനെ അയക്കുന്നു, വിവാഹ നിശ്ചയം നടത്തുന്നു, വിവാഹം നടക്കുന്നു. ആ കാര്യങ്ങളാണ് 24-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. 25-ാം അധ്യായത്തിലാണ് അബ്രഹാമിൻ്റെ മരണം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 25-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ വായിക്കാം. ആ വാക്യങ്ങൾ ഇങ്ങനെയാണ്. അബ്രഹാമിൻ്റെ ആയുഷ്കാലം 175 സംവത്സരമായിരുന്നു. അബ്രഹാം വയോധികനും കാലസമ്പൂർണനുമായി തൻ്റെ നല്ല വാർദ്ധക്യത്തിൽ പ്രാണനെ വിട്ടു, മരിച്ചു. സാധാരണ ആളുകളെക്കുറിച്ച് അങ്ങനെ പറയാറില്ല. ഇതുവരെ നമ്മൾ നേരത്തെ 5-ാം അധ്യായത്തിൽ നിന്നൊക്കെ വായിച്ചായിരുന്നു. അവിടെയൊക്കെ എന്താ വായിച്ചത്? പിന്നെ അവൻ ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. പക്ഷെ അബ്രഹാമിനെ കുറിച്ച് പിന്നെ അവൻ മരിച്ചു എന്നല്ലോ പറഞ്ഞത്. ആ പ്രയോഗത്തിൻ്റെ വ്യത്യാസം നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കേണ്ടതാണ്. അബ്രഹാം എല്ലാവരും മരിച്ചതുപോലെ പിന്നെ അവൻ മരിച്ചു എന്നല്ല എഴുതിയിരിക്കുന്നത്. പിന്നെന്താ എഴുതിയിരിക്കുന്നത്? നല്ല വാർദ്ധക്യത്തിൽ പ്രാണനെ വിട്ടു. അവൻ പ്രാണനെ വിട്ടു മീൻസ് യേശുവൊക്കെ ചെയ്തതുപോലെ അവൻ പ്രാണനെ പിതാവിൻ്റെ കയ്യിലേക്ക് പരമേൽപ്പിച്ചു. അവൻ പ്രാണനെ വിട്ടു, ശരീരം മരിച്ചു. അതാണ് 2 വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒറ്റ കാര്യം എഴുതിയാൽ മതിയായിരുന്നു, പിന്നെ അബ്രഹാം മരിച്ചു. കാരണം 5-ാം അധ്യായത്തിൽ ആദാം മരിച്ചു, പല ആളുകളും മരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പല പ്രാവശ്യം എഴുതിയിരിക്കുന്നത്, 7-8 പ്രാവശ്യം എഴുതിയിരിക്കുന്നത് ഇതിന് മുമ്പ് ഒരു അധ്യായത്തിൽ നമ്മൾ വായിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും ഒറ്റ കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു, പിന്നെ അബ്രഹാം മരിച്ചു. പക്ഷേ അങ്ങനെ അല്ല എഴുതിയിരിക്കുന്നത്, പിന്നെ അബ്രഹാം പ്രാണനെ വിട്ടു. അപ്പം വാസ്തവത്തിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ദി ഫെയ്ത്ത് ഓഫ് എബ്രഹാം ട്രാൻസ്ലേറ്റഡ് ഹിം ഇൻ ടു എ സ്പിരിച്വൽ പേഴ്സണാലിറ്റി ആൻഡ് ഹി മെറ്റ് ഗോഡ് ദ സ്പിരിറ്റ്. ആത്മാവാകുന്ന ദൈവത്തിൻ്റെ അടുത്തേക്ക് ആത്മാവിൽ ധൈര്യത്തോടെ ചെല്ലത്തക്ക തരത്തിൽ ഒരു ഉന്നതമായ രൂപാന്തരം പ്രാപിച്ച്, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദിസ് ഈസ് ദ ഗ്ലോറിഫിക്കേഷൻ ഓഫ് എബ്രഹാം. അബ്രഹാം തേജസ്കരിക്കപ്പെട്ടു. അവൻ തേജസ്കരിക്കപ്പെട്ട ആത്മാവിനെ പിന്നെ വേറെ എങ്ങോട്ടും മാറ്റി വെക്കേണ്ട കാര്യമില്ല. ആ തേജസ്കരണം പ്രാപിച്ചു കഴിഞ്ഞാൽ ആരുടെ അടുത്തേക്ക് തന്നെ ചെല്ലാം? ദൈവത്തിന്. അതുകൊണ്ട് പിന്നെ വന്ന ആളുകളെയൊക്കെ ദൈവം എനിക്ക് തോന്നുന്നത് അബ്രഹാമിൻ്റെ മടിയിലാണ് ഇരുത്തിയത്. അതുകൊണ്ടല്ലേ നമ്മൾ പിന്നീട് കാണുന്നത്, പിന്നെ പ്രാണനെയൊക്കെ വിട്ട് ചെന്നവരെയൊക്കെ എവിടെ ഇരുത്തിയത്? അബ്രഹാമിൻ്റെ മടി. ആ സ്ഥലത്തിൻ്റെ, അത് അബ്രഹാമിൻ്റെ മടിയാണോ ഒരു സ്ഥലമാണോ എന്നൊക്കെ ചിലപ്പം ദൈവശാസ്ത്ര പണ്ഡിതന്മാർ വാദഗതി ഉണ്ടാക്കുമായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് ആ സ്ഥലമാണെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പേര് തന്നെ അബ്രഹാമിൻ്റെ മടി എന്നാണ്. ഒരു പക്ഷേ അബ്രഹാമിൻ്റെ മടിയിൽ തന്നെ ആയിരിക്കും. കാരണം അങ്ങനെയാണ് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും തെറ്റുവരാൻ പാടില്ല. അതുകൊണ്ട്
എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ലാസറിനെ അബ്രഹാമിൻ്റെ മടിയിൽ കണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ സ്ഥലത്തിൻ്റെ പേര് അബ്രഹാമിൻ്റെ മടിയെന്നല്ല, അത് അബ്രഹാമിൻ്റെ മടി തന്നെയാണ്. അപ്പോൾ പിന്നെ വന്നവരെയൊക്കെ ഇരുത്തിയത് അബ്രഹാമിൻ്റെ മടിയിൽ. സോ അബ്രഹാം അതുപോലെ തേജസ്സിനെ പ്രാപിച്ച ഒരു വ്യക്തിയായിട്ട് രൂപാന്തരപ്പെട്ടു. വീഴ്ചകളുണ്ടായിരുന്നു, സെറ്റ് ബാക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അബ്രഹാം ദൈവത്തെ അനുസരിച്ചതുകൊണ്ട്, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചതുകൊണ്ട്. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം, യാക്കോബിൻ്റെ ലേഖനം ഈ തരുണത്തിൽ പ്രത്യേകം വായിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമാണ്. 2:26 മാത്രം നമുക്ക് വായിക്കുകയാണെങ്കിൽ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നതെന്നോ, അങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവം. അബ്രഹാമിൻ്റെ വിശ്വാസത്തോടുകൂടെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം, ഇത് രണ്ടും മിക്സ്ഡ് ആയിരുന്നു. അബ്രഹാമിൻ്റെ വിശ്വാസവും പ്രവൃത്തിയും. യാക്കോബ് 2:26. യാക്കോബ് 2-ാം അധ്യായത്തിലാണ് അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് യാക്കോബ് എന്തിൻ്റെ അപ്പോസ്തലനാണ് നിങ്ങൾക്കറിയാം. യാക്കോബ് പ്രവൃത്തിയുടെ അപ്പോസ്തലനാണ് അല്ലേ. യാക്കോബിന് പ്രവൃത്തിയില്ലാതെ ഒരു കാര്യമില്ല. വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അത് പ്രവൃത്തികളാൽ കാണിച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് വിശ്വാസം? അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളോടൊരു നിർവചനം ചോദിക്കുകയാണ്, എന്താണ്? അപ്പോൾ നിങ്ങൾ പറയാൻ പോകുന്ന നിർവചനം എനിക്കറിയാം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ. അപ്പോൾ യാക്കോബ് സമ്മതിക്കുകയില്ല. ഞാൻ യാക്കോബിൻ്റെ പുസ്തകത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ യാക്കോബ് ഇത് കേട്ടാൽ സമ്മതിക്കുകയില്ല. അപ്പോൾ യാക്കോബ് പറയും, അത് എബ്രായ ലേഖനം എഴുതിയ ആളോട് പോയി പറഞ്ഞാൽ മതി, എന്നോട് പറയേണ്ടെന്ന് പറയും. കാരണം എബ്രായ ലേഖനം എഴുതിയ ആളാണ് പറഞ്ഞത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ. യാക്കോബിനോട് ചോദിച്ചാൽ യാക്കോബ് പറയും, ഇറ്റ് ഈസ് ഒബേയിങ് ഗോഡ് ഇൻ സ്പൈറ്റ് ഓഫ് കോൺസിക്വൻസസ്. പ്രത്യാഘാതങ്ങൾ നോക്കാതെ അനുസരിക്കുന്നതാണ് വിശ്വാസം. എന്താണ് വിശ്വാസം? പ്രത്യാഘാതങ്ങൾ നോക്കാതെ. നമ്മുടെ ജീവിതത്തിൽ ഒരു വിശ്വാസത്തിൻ്റെ ചുവട് വെച്ചാൽ എന്തെല്ലാം പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന് ചിന്തിക്കാതെ. പല ആളുകളും വിശ്വസിക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? പ്രത്യാഘാതങ്ങൾ നോക്കിയിട്ടാണ്. ഇത് ഇങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ ചുവട് വെച്ചാൽ എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടാകും. എൻ്റെ ഭാര്യ എന്ത് ചിന്തിക്കും, ഭർത്താവ് എന്ത് ചിന്തിക്കും, മക്കൾ എന്ത് ചിന്തിക്കും, നാട്ടുകാരെന്ത് ചിന്തിക്കും, പള്ളിക്കാരെന്ത് ചിന്തിക്കും, ലോകം എന്ത് ചിന്തിക്കും, സമൂഹം എന്ത് ചിന്തിക്കും. ഇതെല്ലാം ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ നേരം ഉണ്ടാകുകയില്ല. അപ്പോൾ ഇതെല്ലാം ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്ക് അനുസരിക്കാനും പുറപ്പെടാനും കഴിയുകയില്ല. എന്നാൽ അബ്രഹാം ഇതൊന്നും ചിന്തിച്ചും കൺസൾട്ട് ചെയ്തൊന്നുമില്ല. അബ്രഹാം വിളി കേട്ടു, ഇറങ്ങി, അനുസരിച്ചു. അതാണ് യാക്കോബ് പറയുന്നത്. അവൻ്റെ വിശ്വാസത്തോടും പ്രവൃത്തിയോടും കൂടെ രണ്ടും ഇങ്ങനെ കെട്ടുപിണഞ്ഞ് കിടക്കുകയായിരുന്നു. അബ്രഹാം വിശ്വസിക്കുകയാണോ എന്ന് ചോദിച്ചാൽ വിശ്വസിക്കായിരുന്നു, അനുസരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ അനുസരിക്കുമായിരുന്നു. അപ്പോൾ വിശ്വസിക്കുകയും അനുസരിക്കുകയും വിശ്വസിക്കുകയും, ഇങ്ങനെയാണ് അബ്രഹാം പോയതായിട്ട് യാക്കോബ് പറയുന്നത്. അപ്പം ഞാൻ യാക്കോബിൻ്റെ ചുവട് പിടിച്ച് ഞാൻ നിങ്ങളോട് പറയുകയാണ്, വാട്ട് ഈസ് ഫെയ്ത്ത്? ഫെയ്ത്ത് ഈസ് ഒബീഡിയൻസ് ഇൻ സ്പൈറ്റ് ഓഫ് കോൺസിക്വൻസസ്. പ്രത്യാഘാതങ്ങളൊന്നും നോക്കാതെ കണ്ണുമടച്ച് ദൈവം പറഞ്ഞത് ശരി എന്ന്, ദൈവം പറഞ്ഞതിനൊരു ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കൂടെ പോകാൻ പറ്റുന്നതിനാണ് എന്ന് പറയുന്നത് വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അബ്രഹാമിൻ്റെയും തൻ്റെ കൂടെ പെരുമാറിയ ആളുകളുടെയും ജീവചരിത്രം പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ച് ലോത്തിൻ്റെ ഒക്കെ ജീവചരിത്രം പരിശോധിക്കുമ്പോൾ 2 പ്രതീകങ്ങളാണ് അബ്രഹാമും ലോത്തും നമുക്ക് നൽകുന്നത്. ബാക്കി സംഭവങ്ങളൊക്കെ നിങ്ങൾ വിശകലനം ചെയ്തു കൊള്ളുക. 2 ദൃഷ്ടികളാണ്, 2 പ്രതിനിധികളാണ് അബ്രഹാമും ലോത്തും. അബ്രഹാം നമ്മുടെ മുമ്പിൽ പ്രതിനിധാനം ചെയ്യുന്നത് ഒരു സ്പിരിച്വൽ മൈൻഡ്, എന്നാൽ ലോത്ത് നമ്മുടെ മുമ്പിൽ പ്രതിനിധാനം ചെയ്യുന്നത് എ കാർണൽ വേൾഡ്ലി മൈൻഡ്, ഒരു ജഡീക ലൗകിക മനസ്സിനെയാണ് ലോത്ത് നമുക്ക് കാണിച്ചു തരുന്നത്. അവന് കാഴ്ചപ്രകാരമുള്ളൊരു ജീവിതം. എന്നാൽ അബ്രഹാം നമുക്ക് കാണിച്ചു തരുന്നത് ഒരു ആത്മീയൻ്റെ ദർശനം, ഒരാത്മീയൻ്റെ കാഴ്ചപ്പാട്, ഒരാത്മീയൻ്റെ ചുവടുകൾ, ഒരാത്മീയൻ്റെ നടപടികൾ, അവൻ്റെ അനുസരണം, ഈ കാര്യങ്ങളൊക്കെയാണ് കാണിച്ചു തരുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് 12-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിന്ന് നാം പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ 3 വാക്കുകളിൽ പഠിക്കാം എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർക്കുമല്ലോ. എന്തൊക്കെയാണ്? അവൻ അവിടെ നിന്നും ബഥേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ബഥേൽ പടിഞ്ഞാറും ഹായ് കിഴക്കുമായി കൂടാരം അടിച്ചു. അവൻ അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അബ്രഹാം പിന്നെയും തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞ 3 പദങ്ങൾ ഓർമ്മയുണ്ടല്ലോ: കൂടാരം, യാഗപീഠം, യാത്ര. അബ്രഹാമിന്റെ ജീവിതം 3 വാക്കുകളിൽ പറയാമോ എന്ന് ചോദിച്ചാൽ ഈ 3 വാക്ക് പറഞ്ഞാൽ മതി. തനിക്ക് താമസിക്കാൻ കൂടാരം, ദൈവത്തെ ആരാധിക്കാൻ യാഗപീഠം, പിന്നെ ഇവിടെ എങ്ങും നമ്മളോട് നിൽക്കാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നിരന്തരം യാത്ര. അബ്രഹാം പിന്നെയും തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. ഇതാണ് അബ്രഹാമിൻ്റെ ജീവചരിത്രം.
ആ ജീവിതത്തെ രൂപപ്പെടുത്തിയ കഥാതന്തുക്കളാണ് 12 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. അപ്പോൾ അബ്രഹാം കൂടാരത്തിൽ താമസിച്ചു. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. താൻ തന്നെ അങ്ങനെ ഒരു നഗരം പണിയാനോ ഒരു വീട് പണിയാനോ മെനക്കെട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ആകെ ഒരു കല്ലറ മാത്രമേ വിലയ്ക്ക് വാങ്ങിയുള്ളൂ. കാശ് കൊടുത്ത് കരിങ്കല്ല് വാങ്ങി അടിസ്ഥാനം ഇട്ട് ഒരു 2 നില വീട് പണിതില്ല എന്ന്. പണിയാൻ പറ്റാഞ്ഞിട്ടല്ല, അദ്ദേഹം മഹാധനികരായിരുന്നു എന്നാണ് നാം വായിക്കുന്നത്. അബ്രഹാം തന്നെ പറയുന്നുണ്ട്, നിൻ്റെ ചീപ്പ് ചരടോ ചെരുപ്പ് വാറോ എനിക്ക് ആവശ്യമില്ല, എന്നെ ധനികനാക്കിയെന്ന് പറയുവാൻ എൻ്റെ മഹാപ്രതിഫലം സമ്പത്ത് എൻ്റെ ദൈവമാണ്. കാരണം ദൈവം അവനോട് ഇടപെട്ടിട്ട് പറഞ്ഞു, അയം എൽ ഷദ്ദായി, ഞാൻ സർവ്വശക്തിയുള്ള ദൈവമാണ്, അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ അതിമഹത്തായ പ്രതിഫലം. അപ്പോൾ ആ ഒരു ഉറപ്പ് അബ്രഹാമിനുള്ളതുകൊണ്ട് അബ്രഹാമിന് ഇവിടെ ഒന്നും ഇല്ല, ഒന്നും ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല. അവൻ യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. ഒരു യാത്രക്കാരന് ആകെപ്പാടെ ഒരു ടെൻറ്റ് മതി. അത് സ്ഥിരമൊന്നുമല്ല, അത് ജസ്റ്റ് ഇങ്ങനെ ടച്ചിങ് ആണ്, ചുമ്മാ ഒന്ന് കിടന്നുറങ്ങണം. അപ്പോൾ അവൻ അന്യനും പരദേശിയുമായിരുന്നുള്ളത് വളരെ ക്ലിയറാണ്. എന്നാൽ ദൈവത്തെ ആരാധിക്കാൻ അവൻ പോയിടത്തെല്ലാം യാഗപീഠം പണിതു. അവൻ യാത്ര തുടർന്നുകൊണ്ട് തന്നെ ഇരുന്നു. അതുകൊണ്ട് അബ്രഹാമിനെ കുറിച്ച് നമ്മൾ പരിശോധിച്ച് അവസാനിപ്പിക്കുമ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അബ്രഹാം ഈസ് വൺ ഹു ലിവ്ഡ് ഫോർ ഗോഡ് എന്ന് വേണമെങ്കിൽ പറയാം. ദൈവത്തിന് വേണ്ടി തന്നെ തൻ്റെ ജീവിതം അർപ്പിച്ച, ദൈവം പറഞ്ഞത് മാത്രം കേട്ട്, ദൈവത്തെ വിശ്വസിച്ച്, ദൈവത്തെ അനുസരിച്ച്, ദൈവത്തിൻ്റെ പിന്നാലെ ഒരൊറ്റ ലക്ഷ്യത്തോടെ മുന്നേറിയ ഒരു മനുഷ്യനാണ് അബ്രഹാം. അവൻ്റെ ജീവിതത്തിൻ്റെ തത്വങ്ങളൊക്കെ എന്താണെന്ന് നോക്കിയാൽ ഈ വിശ്വാസത്തിലും അനുസരണത്തിലും അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതചര്യയാണ് താൻ കെട്ടിപ്പടുത്തത്. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു വീട് പണിയാതിരുന്നത്, അല്ലേ, കുറേ സ്ഥലം വാങ്ങാതിരുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതിക്കൊള്ളും എന്നുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എനിക്കിപ്പോൾ ദൈവത്തെ അനുസരിക്കാൻ മാത്രമേ താല്പര്യമുള്ളൂ, ബാക്കി കാര്യങ്ങളൊക്കെ എൻ്റെ ദൈവം നോക്കിക്കൊള്ളും. ഈ വിശ്വാസത്തിലാണ് അബ്രഹാം ദൈവത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതം വാസ് ഗ്രൗണ്ടഡ് ഓൺ certain principles. Those principles are 2 in number: faith, obedience എന്ന് ഞാൻ പറയും. അനുസരണവും വിശ്വാസവും, വിശ്വാസവും അനുസരണവും. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിക്കുന്നിടത്തോളം മരണമെന്ന് പറയുന്നത് ഒരു സമൃദ്ധമായ ജീവിതത്തിലേക്കുള്ള കവാടം മാത്രമാണ്, ഒരു വാതായനം മാത്രമാണ്, അല്ലാതെ ഒരു അവസാനമല്ല. അതുകൊണ്ടാണ് അവൻ പ്രാണനെ വിട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ ശരീരത്തെ ഇവിടെ ഇട്ടേച്ച് അവൻ്റെ പ്രാണൻ, അവൻ്റെ ആത്മാവ് മഹത്വത്തിലേക്ക് പ്രവേശിച്ചു. നമ്മൾ പിന്നെ പത്രത്തിലൊക്കെ ചുമ്മാതെ അടിക്കാറുണ്ട്, ഹി എൻറ്റേർഡ് ഇൻ ടു ഗ്ലോറി എന്നൊക്കെ. അവൻ മഹത്വത്തിലേക്ക് പ്രവേശിച്ചു എന്ന്. എന്നാൽ അക്ഷരീയമായിട്ട് മഹത്വത്തിലേക്ക് പ്രവേശിച്ച ഒരു മഹത്താത്മാവാണ് ആര്? അബ്രഹാം. അതുകൊണ്ട് ഹീ ഈസ് ഇൻഡീഡ് ഗ്ലോറിഫൈഡ് എന്ന് ഞാൻ പറയും. അവൻ തേജസ്കരിക്കപ്പെട്ട ഒരുത്തനാണ്. ഓർ ഹീ ബിഡ് ഫെയർവെൽ ടു ദ തിങ്സ് ഓഫ് ദിസ് ലൈഫ്. ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളോടും അദ്ദേഹം എന്ത് പറഞ്ഞു? വിട പറഞ്ഞു. അദ്ദേഹം പ്രാണനെ വിട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളോടും ആത്യന്തികമായിട്ട് പൗലോസ് എഫെസോസുകാരോട് പറഞ്ഞതുപോലെ, ഇനി മേലാൽ നിങ്ങൾ എൻ്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞതുപോലെ, ഈ ലോകത്തിലുള്ള, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളോടും എന്നേക്കുമായിട്ട് താൻ വിട പറഞ്ഞു. എന്തിന്? ടു കണ്ടിന്യൂ ഹിസ് ഫ്രണ്ട്ഷിപ്പ് ഇൻ ഹെവൻ. ഇവിടെയുള്ള കൂട്ടുകാരേക്കാൾ വേറെ ഒരു ഉന്നതനായിട്ടുള്ള സ്നേഹിതനെ അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട്. ആരാ അത്? ദൈവം. ഇത് തന്നെയാണ് ആര് ചെയ്തത്? ഹാനോക്ക് ചെയ്തത്. ഹാനോക്ക് മിക്കവാറും ദൈവവുമായിട്ട് ഇങ്ങനെ സംഭാഷിക്കുകയും കൂടെ നടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ. അപ്പോൾ ദൈവം എപ്പോഴും ഇങ്ങോട്ട് വരിക ചെയ്തു. ഒരു ദിവസം ഹാനോക്ക് ചോദിച്ചു കാണും, കർത്താവ് ഒരു ദിവസം ഞാൻ അങ്ങോട്ടൊന്ന് വന്നോട്ടെ എന്ന് ചോദിച്ചു കാണും. അങ്ങനെയല്ലേ സ്നേഹിതന്മാർ ചെയ്യാറ്. അപ്പോൾ ദൈവം ചോദിച്ചു കാണും, വൈ നോട്ട്, എന്തുകൊണ്ട് വന്നുകൂടാ? നീ ഇതെന്താ നേരത്തെ ചോദിക്കാഞ്ഞത്? എനിക്ക് നേരത്തെ തന്നെ നിനക്കൊരു ഡിന്നർ തന്നാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു, പക്ഷേ നീ വരാഞ്ഞത് കൊണ്ടല്ലേ മോനെ വന്നാട്ടെ എന്ന് പറഞ്ഞു കാണും. അപ്പം ഹാനോക്ക് എന്ത് ചെയ്തു? ഒരു ദിവസം ദൈവത്തിൻ്റെ കൂടെ പോയി. അപ്പം ഭാര്യയുടെ കാര്യവും പിള്ളേരുടെ കാര്യമൊക്കെ ആകെപ്പാടെ പുള്ളിക്ക് ഉള്ളത് ഭാര്യയും കുറച്ച് പിള്ളേരുമാണ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. താൻ ദൈവത്തോട് കൂടെ നടന്നു, മക്കളെ ജനിപ്പിച്ചു. അയ്യോ, ഈ മക്കളെയൊക്കെ ആര് നോക്കും? ഈ ഭാര്യയെ ഇനി എങ്ങനെ പുലരും? ഇതൊന്നും അദ്ദേഹത്തിൻ്റെ നമ്മൾ സാധാരണ വിലപിക്കുന്ന അങ്ങനെ, ആകെ ഒരു ഭർത്താവേ ഉള്ളായിരുന്നു, അങ്ങേരും പോയി, ഇനി പിള്ളേരെങ്ങനെ ജീവിക്കും? ഈ ഭാര്യ എങ്ങനെ ജീവിക്കും? അവളാണെങ്കിൽ ഇതുവരെ ഒരു ജോലിക്കും പോയിട്ടില്ല. ഭയങ്കര ഹാനോക്കിന് ഹിസ് നോട്ട് ബോധേഡ്, അതൊക്കെ ദൈവം നോക്കിക്കോളും. ഞാൻ ആരുടെ സ്നേഹിതനാ?
ഇത് തന്നെയാണ് അബ്രഹാമിൻ്റെയും അവസ്ഥ. അബ്രഹാം ഈ ഭൂമിയിലുള്ള എല്ലാറ്റിനോടും ബായ് പറഞ്ഞിട്ട് അവൻ ഉന്നതത്തിലേക്ക്, ഇതിനേക്കാൾ ഉന്നതമായ ഒരു സ്നേഹിതൻ്റെ വീട്ടിലേക്ക് താമസത്തിനായിട്ട് പോയി. സോ ദാറ്റ് ഈസ് ഗ്ലോറിഫിക്കേഷൻ, ഇസൻറ്റ് ഇറ്റ്? അത് തേജസ്കരണമാണ്. ഈ ഒരു തേജസ്കരണത്തിലേക്കാണ് എന്നെയും നിങ്ങളെയും ദൈവം വിളിക്കുന്നതെന്നുള്ളതാണ് അബ്രഹാം നമുക്ക് നൽകുന്ന സന്ദേശം. ബാക്കി കഥകളൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്, വ്യാഖ്യാനിച്ച് കേട്ടിട്ടുണ്ട്. ഞാനതുകൊണ്ട് അതിന് മുതിരുന്നില്ല. അതുകൊണ്ട് അബ്രഹാമിനെ പോലെ നമുക്ക് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ പഠിക്കാം: വിശ്വാസം, അനുസരണം. വിശ്വാസത്തിന് അനുസരണം വരേണ്ടതിന് എന്ന് പൗലോസും പറയുന്നുണ്ട്. നമ്മൾ വിശ്വസിക്കുകയും വേണം, അനുസരിക്കുകയും വേണം. ഇത് രണ്ടും ചെയ്താൽ നമുക്ക് ദൈവത്തിൻ്റെ കൂടെ ഇങ്ങനെ ഒരു സ്നേഹിതനായി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതിന് അബ്രഹാമിൻ്റെ ജീവചരിത്ര പഠനം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ 24 മുതൽ 26 വരെയുള്ള അധ്യായത്തിൽ ഇസഹാക്കിനെയാണ് കാണുന്നത്. അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്ക് 24 മുതൽ 26 വരെ. എന്നാൽ അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ 25-ാം അധ്യായം വരെ വരികയും ചെയ്തായിരുന്നു. അതെല്ലാ പഠനങ്ങളിലും ഉണ്ടാകും. ഇത് കയറി ഇറങ്ങി കിടക്കും. ചില അധ്യായങ്ങൾ പുറകോട്ടും ചില അധ്യായങ്ങൾ മുമ്പോട്ടും ഒക്കെ പോകുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. അബ്രഹാമിനെ കുറിച്ച് മനസ്സിലായില്ലെങ്കിൽ ഞാനൊന്ന് പറയാം. 12-ാം അധ്യായം മുതൽ എത്ര അധ്യായം വരെ പറഞ്ഞു? 25 വരെയെങ്കിലും പറഞ്ഞു. 25-ലും മരിച്ചല്ലോ. പിന്നെ അത് കഴിഞ്ഞ് പറയുന്നുണ്ടെങ്കിലും അബ്രഹാമിൻ്റെ ലൈഫ് സ്ട്രെച്ചസ് ഫ്രം 12 to 25 എന്ന് പറയുമ്പോൾ എത്ര അധ്യായം എടുത്തു? ഒരു ഡസൻ അധ്യായം എടുത്തു. പക്ഷേ ഇസഹാക്കിനെ കുറിച്ച് എത്ര അധ്യായമുണ്ട്? 24 മുതൽ 26 എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് 3 അധ്യായം അല്ലേ? 24, 25 രണ്ടും ഉൾപ്പെടുത്തണം. കണക്ക് കൂട്ടുമ്പോഴല്ലേ ബോത്ത് ഇൻക്ലൂസീവ് എന്ന് പറയുമ്പോൾ 24-ഉം 26-ഉം കൂടെ കൂട്ടുമ്പം 24, 25, 26 3 അധ്യായം. സോ the most important thing you have to note is only very little is written about Isaac. ഇസഹാക്കിനെ കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ രചിച്ച് വെച്ചിട്ടുള്ളൂ, എഴുതി വെച്ചിട്ടുള്ളൂ. ആ കുറച്ച് എഴുതിയത് കൊണ്ട് ആൾ മോശക്കാരനാണെന്ന് അർത്ഥമില്ല. ഇതെല്ലാം ഭയങ്കര വ്യക്തിത്വങ്ങളായതുകൊണ്ടാണ് ഈ 4 പേരെക്കുറിച്ച് മാത്രം ഇത്ര വാചാലമായി ദൈവം ധാരാളം അധ്യായങ്ങൾ, 39 അധ്യായങ്ങൾ ഈ പുസ്തകത്തിൽ വെച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും കുറച്ച് അധ്യായം കിട്ടിയ ആൾ ആരാണെന്നാണ് പറഞ്ഞത്? എന്നേ പറഞ്ഞുള്ളൂ. അബ്രഹാമിന് കിട്ടിയത്രയും, യാക്കോബിന് കിട്ടിയത്രയും, ജോസഫിന് കിട്ടിയത്രയും അധ്യായം ആർക്ക് കിട്ടിയില്ല? ഇസഹാക്കിന് കിട്ടിയില്ല. എന്നാൽ ഹി ലിവ്സ് ഫ്രം 21 to 36. നിങ്ങൾ ശരിക്കും പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ എന്നാ പുള്ളി ജനിച്ചത്. ഇദ്ദേഹം ജനിച്ചതെന്നാണ് 21-ാം അധ്യായത്തിൽ ജനിച്ചിട്ടുണ്ട്. നമ്മൾ വാക്യങ്ങൾ വായിച്ചായിരുന്നല്ലോ. അപ്പം 24, 26 എന്ന് പറഞ്ഞപ്പോൾ അങ്ങ് ചുരുങ്ങിപ്പോയെന്ന് വിചാരിക്കേണ്ട. 21-ൽ തന്നെ അദ്ദേഹം ഉണ്ട്. അത് മാത്രമല്ല 26-ൽ തീർന്നെന്ന് പറഞ്ഞപ്പം 36-ലും നമ്മൾ ഇദ്ദേഹത്തെ കാണുന്നുണ്ട്. അപ്പോഴും മരിച്ചിട്ടില്ല. 36-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? തൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്നുണ്ട്. അനുഗ്രഹിക്കാനായിട്ട് താൻ അവിടെ അവൈലബിൾ ആണെന്നുള്ള കാര്യം ഓർക്കണം. സോ ഹിസ് ലൈഫ് എക്സ്റ്റെൻസ്. പക്ഷേ അധ്യായങ്ങളിൽ ഫോക്കസ് ചെയ്ത് പറഞ്ഞേക്കുന്നത് ഈ അടുത്ത മക്കളൊക്കെ ജനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങളൊന്നും പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആൾ മരിച്ചു പോയിട്ടൊന്നുമില്ല. പക്ഷേ ആൾ പിന്നെയും ഉണ്ട്. അപ്പോൾ നമ്മൾ എവിടം വരെ കാണുന്നുണ്ട്? 21 മുതൽ 36 വരെ കാണുന്നുണ്ട്. ഞാൻ അത്രയും അധ്യായത്തിലെയും വിഷയമൊന്നും പറയുകയല്ല, പേടിക്കണ്ട. ഞാൻ 2-3 അധ്യായത്തിൻ്റെ കാര്യങ്ങളെ പറയാൻ പോകുന്നുള്ളൂ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇദ്ദേഹത്തെക്കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണേണ്ട ചില സവിശേഷതകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. ഒന്ന്, ദൈവം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി അത് കണ്ടിന്യൂ ചെയ്തു ത്രൂ ഐസക്. അബ്രഹാം ദൈവവുമായിട്ടൊരു ഉടമ്പടിയിൽ ഏർപ്പെട്ടു. ആ ഉടമ്പടി ഇസഹാക്ക് വഴി ദൈവം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോയി. എന്നാൽ ഈ ഉടമ്പടി കിട്ടിയെന്നുള്ളത് കൊണ്ട് ഒരു ബഹളം വെച്ച ജീവിതമല്ല ഇസഹാക്ക് നയിച്ചത്. ഇസഹാക്കിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത, ഹി വാസ് എ ക്വയറ്റ് ക്യാരക്ടർ അല്ലേ? അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? വളരെ ശാന്തനായിരുന്നു. വെരി ക്വയറ്റ്, വെരി അൺഈവൻഫുൾ ലൈഫ്. വലിയ സംഭവങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉള്ളതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഹി വാസ് എ ഗുഡ് മാൻ. ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? എന്ന് പറഞ്ഞാൽ അദ്ദേഹം മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യണമെന്ന് ഏറ്റവും വലിയ നന്മ അദ്ദേഹം ചെയ്തത് എന്താണെന്നറിയാവോ? കിണർ കുഴിക്കുക. അന്നത്തെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്തായിരുന്നു? വെള്ളം കിട്ടുക. വെള്ളം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റും. ഇന്നത്തെ മനുഷ്യൻ്റെയും ഇന്ന് കിണർ കുഴിക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താ? അന്നത്തെ പ്രശ്നം തന്നെയാണ്.
കിണറ്റിലൊന്നും വെള്ളമില്ല. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞു, ഈ ബോറിട്ടു, ഭയങ്കര ആഴത്തിലിട്ടു, വെള്ളം ഉണ്ടെന്നൊക്കെ പറഞ്ഞു, പക്ഷേ കിട്ടിയപ്പോൾ ഇത്രയും വെള്ളമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എത്ര ലക്ഷം മുടക്കിയെന്ന് വെച്ചാൽ 4 ലക്ഷം പോയി, ഇനി വെള്ളം കിട്ടിയില്ല. അപ്പോൾ ഇനി വേറൊരു 4 ലക്ഷം കൂടെ മുടക്കാൻ മടി. 4 ലക്ഷം മുടക്കിയാലും എത്ര വെള്ളം കാണുമെന്നുള്ളതിനെക്കുറിച്ച് ഉറപ്പില്ല. എന്നാൽ ഇസഹാക്ക് കുഴിച്ച കിണറുകളിലൊക്കെ വെള്ളം, ബാക്കിയുള്ളവർ കുഴിച്ചതിലൊന്നും വെള്ളമില്ല. ഇവൻ കുഴിച്ച വെള്ളത്തിൽ കിണറിന് വേണ്ടി ആളുകൾ എന്ത് ചെയ്തു? വഴക്കിട്ടപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഏത് വേണമെങ്കിൽ നീ എടുത്തോ, ഞാൻ വേറെ കുഴിച്ചോളാം എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് ഒരു കോൺഫിഡൻസ് ഉണ്ട്. എന്താ കോൺഫിഡൻസ്? ഞാൻ കുഴിച്ചാൽ എൻ്റെ കൂടെ ദൈവം ഉള്ളത് കൊണ്ട് ഞാൻ ചെയ്യുന്നത്, എൻ്റെ കൈയുടെ പ്രവൃത്തിയെ ദൈവം സഫലമാക്കും. ആ വിശ്വാസം ഉള്ളതുകൊണ്ട് അദ്ദേഹം വഴക്കിടാൻ നിന്നില്ല. അദ്ദേഹം വേറെ കിണർ കുഴിച്ചപ്പം അവിടെയും സോ ഹി ഡിഡ് ഗുഡ്, ആളുകൾക്ക് നന്മ ചെയ്തു. അവസാനം അവരൊരു കാര്യം കണ്ടുപിടിക്കുന്നുണ്ട്, നിൻ്റെ കൂടെ ദൈവമുണ്ട്, അല്ലെങ്കിൽ നിനക്കിങ്ങനെ ചെയ്യാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല. സാധാരണ നമ്മളാ പറയുന്നത് എൻ്റെ കൂടെ ദൈവം ഉണ്ടെന്ന്, അല്ലേ? നമ്മളെല്ലായിടത്തും നടന്ന് പറയും എൻ്റെ കൂടെ ദൈവമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, അങ്ങനെ സംഭവിച്ചത്. പക്ഷേ ഇസഹാക്ക് എങ്ങനെ നടന്ന്? ഈസ് എ ക്വയറ്റ് പേഴ്സൺ ഞാൻ പറഞ്ഞില്ലേ, വളരെ ശാന്തനാണ്, വളരെ അൺഈവൻഫുള്ളാണ്, ഒരുപാട് സംസാരിക്കാത്ത പ്രകൃതമാണ്. അങ്ങനെ ഇരിക്കുന്ന ആളായതുകൊണ്ട് പുള്ളി നടന്നൊന്നും പറയുന്നില്ല. പക്ഷെ ആളുകൾ ഇത് കണ്ടിട്ട് പറയുകയാണ്, ഞാൻ വാക്യം വായിപ്പിക്കാൻ കുറച്ച് കഴിഞ്ഞിട്ട്, ഇവൻ്റെ കൂടെ ദൈവം ഉണ്ട്, അതുകൊണ്ടാണ് ഞങ്ങളത് സ്പഷ്ടമായി കണ്ടു, അതുകൊണ്ട് ആളുകൾ അവനെക്കുറിച്ച് സാക്ഷ്യം പറയാനായിട്ട് തുടങ്ങി. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് മാത്രമല്ല, ഇതെല്ലാം സംഭവിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഹി വാസ് എ പ്രയർഫുൾ മാൻ. അവൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും എന്ന് ചോദിച്ചാൽ, നമുക്ക് ഒരു വാക്യം വായിക്കുന്നത് നല്ലതാണ്. 24:63. ഈ ഭാര്യയും കൊണ്ട് വരുമ്പം തന്നെ പുള്ളിക്കാരൻ എവിടെയായിരുന്നു? 24:63. വൈകുന്നേരത്ത് ഇസഹാക്ക് ധ്യാനിക്കുവാൻ വെളിമ്പ്രദേശത്ത് പോയിരുന്നു. ഒരുപക്ഷെ കത്തോലിക്കർക്ക് ഈ പദം കിട്ടിയത് ഇവിടുന്നായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ധ്യാനം. പക്ഷെ ഇപ്പം നമ്മൾ മുഴുവൻ കത്തോലിക്കർക്ക് കൊടുത്തിരിക്കുക, വിശ്വാസികൾ ആരും ധ്യാനിക്കുന്നില്ല. പക്ഷെ പറഞ്ഞിട്ടുണ്ട്, രാപ്പകൽ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കണം. അപ്പം ഈ ഇസ്ഹാക്കിൻ്റെ ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകം എന്തായിരുന്നു? അതുകൊണ്ടാണ് പുള്ളി മിതഭാഷയായത്. അധികം സംസാരിക്കാനില്ലാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന് വേറൊരാളോട് സംസാരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നത് അബ്രഹാമിനെ കടത്തി വെട്ടുന്ന ആളാണെന്ന് തോന്നുന്നു. കാരണം അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനാണെന്ന് പറഞ്ഞു, പക്ഷേ ഈ പുള്ളിക്കാരൻ എപ്പോഴും ദൈവത്തിൻ്റെ കൂടെയാണ്. അപ്പോൾ എപ്പോൾ നോക്കിയാലും പുള്ളിക്കാരൻ വെളിമ്പ്രദേശത്ത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഒരു നിർജ്ജന പ്രദേശത്ത് പോയി പ്രാർത്ഥിക്കുന്നത് പോലെ ഈ ഇസഹാക്ക് ഏത് സമയം നോക്കിയാലും എവിടെയാണ്? പ്രയർഫുൾ, ധ്യാനാത്മകമായ ഒരു ജീവിതം, ഒരു പ്രാർത്ഥനാ ജീവിതം ഉള്ള മനുഷ്യൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഹി ഓൾവേസ് സബ്മിറ്റ്സ് ടു ഗോഡ്സ് വിൽ. ഈ ദൈവത്തോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം ആരാണെന്നും ദൈവം എങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. ഈ ആളുകൾക്ക് ഇത് കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ദൈവത്തോട് സംസാരിക്കാത്തതുകൊണ്ടാണ്, ദൈവത്തോട് അടുപ്പം ഇല്ലാത്തത് കൊണ്ടാണ്. ദൈവത്തോട് അടുത്താലല്ലേ, അടുക്കുമ്പോഴല്ലേ ആളെ അറിയുന്നത് നമ്മൾ പറയാറില്ലേ? അടുത്തപ്പോഴല്ലേ ആളെ അറിഞ്ഞത്. അപ്പോൾ ദൈവത്തോട് അടുക്കുമ്പോഴാണ് ദൈവം ആരാണെന്നുള്ളത് അറിയുന്നത്. അങ്ങനെ ആരാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല. ദൈവം പറഞ്ഞതനുസരിച്ച് സബ്മിഷൻ, ദൈവത്തിന് കീഴ്പ്പെടുന്ന, ദൈവത്തിൻ്റെ തീരുമാനങ്ങൾക്ക് കീഴ്പ്പെടുന്ന. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണുന്ന ചില സവിശേഷതകളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇസ്ഹാക്കിൻ്റെ ജീവിതത്തിൽ കാണുന്നത്, അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ ക്വയറ്റായിട്ടുള്ളൊരു ലൈഫാണ്, വളരെ നന്മ നിറഞ്ഞൊരു ലൈഫാണ്, ഒരു പ്രാർത്ഥനാ നിരതമായ ധ്യാനാത്മകമായിട്ടുള്ളൊരു ജീവിതമാണ്. ദൈവഹിതത്തിന് എപ്പോഴും തന്നെ വിധേയപ്പെടുത്തുന്ന, കീഴ്പ്പെടുത്തുന്ന, അനുസരിക്കുന്ന ഒരു ജീവിതമാണ് അദ്ദേഹം നയിച്ചത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇസ്ഹാക്കിൻ്റെ ജീവിതം ഈ പ്രധാനമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന അധ്യായങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, 24 മുതൽ 26 വരെയാണെന്ന് പറഞ്ഞല്ലോ. ആ അധ്യായങ്ങളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. അത് 24-ലല്ല തുടങ്ങുന്നതെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുകൊണ്ട്, ജനിച്ചത് 21-ലാണ്. അത് തന്നെ ഒരു പരിഹാസപാത്രം പോലെയാണ്, അല്ലേ? വയസ്സാം കാലത്ത് ആളുകൾക്ക് ചിരിക്കാനുണ്ടായ മോൻ, ഈ ചിരി ഉണ്ടാകുന്ന മോനെ പ്രസവിച്ചേച്ച് അമ്മ അടുത്ത അധ്യായത്തിൽ മരിച്ചും പോയി. പിന്നെ അമ്മയുടെ ഈ 99-ാമത്തെ വയസ്സിലെ മോനാണെന്നുള്ളത് കൊണ്ട് ഇവനെ കണ്ടവരൊക്കെ എന്ത് വിളിച്ചു കാണും? വല്യമ്മച്ചിക്ക് വയസ്സുകാലത്തുണ്ടായ മോനാണെന്നും പറഞ്ഞ് കളിയാക്കിയൊക്കെ കാണും. പക്ഷേ ഹീ സബ്മിറ്റഡ്, ഹി വാസ് ക്വയറ്റ്. അതിനൊന്നും ഒത്തിരി മറുപടി പറഞ്ഞതായിട്ടൊന്നും നമ്മൾ വായിക്കുന്നില്ല. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് 22-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ഒരു കൽപ്പന വരുന്നത്, ഇവനെ കൊണ്ട് പോയി യാഗം കഴിക്കുക. യാഗം കഴിക്കാനായിട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു സുന്ദര ചിത്രം അവിടെയുണ്ട്, അല്ലേ? എന്നിട്ട് യാഗം കഴിക്കാനായിട്ട് കൊണ്ടുപോയി
ആ യാഗപീഠത്തിന് പോകുന്ന വഴിക്ക് തന്നെ ചോദിക്കുന്നുണ്ട്, അപ്പ തീയും വിറകും ഒക്കെ ഉണ്ടല്ലോ, യാഗത്തിനുള്ള മൃഗം എവിടെ? അപ്പം അപ്പൻ വളരെ നല്ലൊരു ഉത്തരം കൊടുത്തു, മോനെ ദൈവം കരുതിക്കൊള്ളും, ദൈവം കരുതിക്കൊള്ളും. അതെങ്ങനെ അപ്പ ദൈവം കരുതുന്നത് എന്ന് ചോദിച്ചോ? പുള്ളിക്കാരൻ ചോദിച്ചു, അതെങ്ങനെ ദൈവം കരുതുന്നത്? നമ്മളാണ് തീർച്ചയായിട്ടും ചോദിച്ചതിന്. അതെങ്ങനെ ദൈവം അവിടെ ഒരാളെ കൊണ്ടുവരുമോ അതോ നൂലെ കെട്ടി ഇറക്കുമോ? എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മറുപടിയും പറയാറുണ്ട്, നൂലെ കെട്ടി ഇറക്കാൻ പറ്റാത്ത ദൈവമാണെങ്കിൽ എനിക്ക് ആ ദൈവത്തെക്കുറിച്ച് മതിപ്പില്ല എന്ന്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായെന്ന് അറിയത്തില്ല. ഒരു നൂലെ കെട്ടി ഇറക്കണമെന്ന് വിചാരിച്ചാൽ ഇറക്കാൻ പ്രാപ്തിയുള്ള ദൈവമല്ലേ നമ്മുടെ ദൈവം. പക്ഷേ ഇസ്ഹാക്ക് അങ്ങനത്തെ ഒരു ചോദ്യവും ചോദിക്കുന്നില്ല. അപ്പനൊരു കാര്യം പറഞ്ഞു, ദൈവം കരുതിക്കൊള്ളും, അതെങ്ങനെയും കരുതിക്കൊള്ളും എന്നുള്ളൊരു ഉറപ്പിൽ ഹീ സബ്മിറ്റ്സ്, ഹീസ് ക്വയറ്റ്. അതാ ഞാൻ പറഞ്ഞു, അവൻ ശാന്തനാണ്. ദൈവത്തിൻ്റെ ആ ഇഷ്ടത്തിന് തന്നെ വിധേയപ്പെടുത്തി. എന്നിട്ട് സമയമായപ്പോഴാണ് മനസ്സിലായത് ദൈവമൊന്നും കരുതിയില്ല, ഇത് തന്നെയായിരുന്നു സാധനമെന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കയ്യും കാലുമൊക്കെ കെട്ടാൻ തുടങ്ങിയപ്പം എന്തെങ്കിലും എതിർപ്പോ അല്ലെങ്കിൽ പ്രതിഷേധമോ എന്തെങ്കിലും ഉയർത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടോ? അല്ലെങ്കിൽ അപ്പോൾ കൊള്ളാമല്ലോ, നല്ല അപ്പനാണല്ലോ എന്നുവല്ലോ. ഞങ്ങളുടെ സൺഡേ സ്കൂൾ പിള്ളേർ കഴിഞ്ഞല്ലോ അതൊന്ന് ആവിഷ്കരിച്ചപ്പോൾ ഞങ്ങൾക്ക് വളരെ രസകരമായിട്ട് തോന്നി. കാരണം ഈ ആധുനിക കാലഘട്ടത്തിലായിരുന്നെങ്കിൽ അപ്പനെ പിടിച്ചിവിടെ കിടത്തിയേനെ പിള്ളേർ. ഇത്രയും കാലമൊക്കെ ഞാനൊക്കെ ഇങ്ങനെ നടന്നില്ലേ, ഇനി അപ്പച്ചനെ വയസ്സൊക്കെ ആയില്ലേ, ഞാനും ജീവിക്കട്ടെ, അപ്പച്ചനിവിടെ കിടക്കുമെന്ന് പറഞ്ഞ് അപ്പച്ചൻ്റെ കാലും കൈയും കിട്ടി. പക്ഷേ ഹീസ് നോട്ട് ഡൂയിങ് എനിത്തിങ് ലൈക്ക് ദാറ്റ്. അവിടെയാണ് നമ്മൾ എന്ത് കാണുന്നത്? സബ്മിഷൻ ടു ഗോഡ്സ് വിൽ. എന്നെയാണ് യാഗം കഴിക്കാൻ പറഞ്ഞേക്കുന്നതെങ്കിൽ ആയിക്കോട്ടെ, എന്താ കുഴപ്പം? കാരണം ദൈവത്തിന് അങ്ങനെയാണ് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഉദ്ദേശം എങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അതിന് തന്നെ വിധേയപ്പെടുത്തുന്ന സബ്മിറ്റിംഗ് ടു. ഇത് നമുക്ക് പറഞ്ഞു പോകാൻ എളുപ്പമാണ്, പക്ഷെ നമ്മളെ ആയിരുന്നു ആ സ്ഥാനത്ത് കിടത്തിയിരുന്നതെങ്കിൽ. ഇത് തന്നെയാണ് റോമാലേഖനത്തിൽ പറഞ്ഞത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ള ഒരു യാഗമായി ദൈവത്തിന് സമർപ്പിക്കാൻ. അങ്ങനെ കിടക്കാൻ വിഷമമായതുകൊണ്ടാണ് പണ്ട് കാലത്ത് യാഗം കഴിച്ച മൃഗങ്ങളെയൊക്കെ എന്ത് ചെയ്തു? ജീവൻ കളഞ്ഞിട്ടാണ് കിടത്തിയത്. അല്ലെങ്കിൽ ഒരു മൃഗം അവിടെ കിടക്കുകയല്ല, ചാടി ഓടും. അല്ലെങ്കിൽ പിന്നെ ഈ യാഗപശുവിനെ യാഗപീഠത്തിൻ്റെ കൊമ്പുകൾ ചേർത്ത് ഇതിൻ്റെ കൊമ്പും കൂടെ വെച്ച് കെട്ടിയൊക്കെ ഇട്ടിട്ട് അറക്കേണ്ടതായിട്ട് വരും. ഈ പാടൊന്നും ഇസ്ഹാക്കിൻ്റെ കാര്യത്തിലില്ല. ബിക്കോസ് ഹീ വിൽഫുള്ളി ഹാപ്പിലി സബ്മിറ്റഡ് ടു ദ വിൽ ഓഫ് ഗോഡ്. ദൈവഹിതത്തിന് തന്നെ സമ്പൂർണ്ണമായി വിധേയപ്പെടുത്തുന്ന ഒരു ഇസ്ഹാക്കിനെയാണ് നമ്മൾ കാണുന്നത്. അത് അതിൻ്റെ പരിണിത ഫലം നിങ്ങൾക്കറിയാം. അവൻ ഉയർത്തെഴുന്നേറ്റവനെ പോലെ. അങ്ങനെയാണല്ലോ എബ്രായ ലേഖന കർത്താവ് പറയുന്നത്, മരിച്ചവരിൽ നിന്ന്. അപ്പോൾ ഇതെന്തിൻ്റെ പ്രതീകമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും പ്രതീകവും കൂടിയാണ്. അടുത്ത അധ്യായത്തിൽ 24-ാം അധ്യായത്തിൽ ആണ് പിന്നെ നമ്മൾ ഈ ഇസ്ഹാക്കിനെ കാണുന്നത്. അവിടെ കാണുന്ന കാര്യം എന്താണ്? അവനൊരു ബ്രൈഡിനെ, ഒരു മണവാട്ടിയെ അന്വേഷിച്ച് പോകുന്നൊരു കല്യാണ നിശ്ചയം. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവിനാണ് ആരുള്ളത്? ഒരു മണവാട്ടിക്ക് വേണ്ടി ജീവൻ വെച്ചു കൊടുത്ത കർത്താവ്. അപ്പോൾ ഇങ്ങനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ് അവനൊരു മണവാട്ടിയെ ലഭിക്കുവാൻ തക്കവണ്ണം ദൈവത്തിനത് മനസ്സിലായി. ദൈവം അതിന് മറുപടിയായിട്ട് അവൻ്റെ ഏകാന്തതയും അവൻ്റെ ധ്യാനവും ഒക്കെ ഒന്ന് കുറച്ച് അവസാനിപ്പിക്കാൻ, അവൻ ഒറ്റയ്ക്കിരിക്കുന്നത് നല്ലതല്ല എന്ന് കണ്ടിട്ട് തക്കതായിട്ടുള്ളൊരു തുണയെ അവന് കൊടുക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ ഈ തുണയെ കൊടുത്തപ്പോഴും ദൈവം എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ ഉടമ്പടി പുതുക്കി. 24-ാം അധ്യായമൊക്കെ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ദൈവം ആ ഉടമ്പടി പുതുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 25-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞാനതെല്ലാം നിങ്ങളെക്കൊണ്ട് വായിപ്പിക്കുന്നില്ല, ഇതൊക്കെ വളരെ പരിചിതമായ അധ്യായങ്ങളായതുകൊണ്ട്. 25-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഹി ബിക്കംസ് ദി ഫാദർ ഓഫ് 2 നേഷൻസ്. 2 ജാതികളുടെ പിതാവായിട്ട് ഇസ്ഹാക്ക് തീരുന്നതാണ്, അല്ലേ? ഇസ്ഹാക്ക് 2 മക്കൾക്ക് ജന്മം നൽകുന്നു. ആരൊക്കെയാണ്? ഏശാവും യാക്കോവും. അപ്പോൾ 2 സന്തതികൾ അവൻ്റെ ഉദരത്തിൽ നിന്ന് അല്ലെങ്കിൽ അവൻ്റെ വിത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നതായിട്ട് നമ്മൾ കാണുന്നു, ഏശാവും യാക്കോവും. 26-ാം അധ്യായത്തിൽ നമ്മൾ ദൈവം ഉടമ്പടി ഒരിക്കൽ കൂടി അവനുമായിട്ട് ഉറപ്പിക്കുന്നതാണ് കാണുന്നത്. 26-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. 26-ന്റെ 2 മുതൽ 5. യഹോവ അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തത് എന്തെന്നാൽ, നീ മിസ്രൈമിലേക്ക് പോവരുത്, ഞാൻ നിന്നോട് കൽപ്പിച്ചിരിക്കുന്ന ദേശത്ത് പാർക്കുക, ഈ ദേശത്ത് താമസിക്കുക, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു ലൈൻ എനിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പറയാതിരിക്കാനൊക്കെയല്ല. കാരണം എന്താ പറഞ്ഞത്? ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് ഞാൻ നിന്നെ. ദൈവത്തിൻ്റെ ഒരു ആഗ്രഹമാണ് എങ്ങനെ നമ്മുടെ കൂടെ ഇരിക്കണമെന്നുള്ളത്. നമ്മുടെ ആഗ്രഹമാണ് കഴിവതി ഇരിക്കരുത് എന്നുള്ളതല്ലേ? അല്ല, അതിനാ ദൈവം വിളിക്കുന്നത്. അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതൻ,
ഇസഹാക്ക് ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്നൊക്കെ പറയുമ്പോൾ സ്നേഹിതന്മാർ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? അപ്പോൾ ഇങ്ങനെ ദൈവത്തിന് താല്പര്യമാണ്, നമ്മളും കൂടെ ഒന്ന് താല്പര്യപ്പെട്ടാൽ നമുക്ക് ഒരുമിച്ച് നടക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും, നിനക്കും നിൻ്റെ സന്തതിക്കും തരും. നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. അബ്രഹാം എൻ്റെ വാക്ക് കേട്ട് എൻ്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചതുകൊണ്ട് ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിച്ച് നിന്റെ സന്തതിക്ക് ഈ ദേശമൊക്കെയും കൊടുക്കും. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അപ്പം അബ്രഹാം ചെയ്തു, അബ്രഹാമിൻ്റെ മോനായതുകൊണ്ട് നിന്നെയും ഞാൻ അനുഗ്രഹിച്ച്. അപ്പം അബ്രഹാമിന് ദൈവം ഒരു മോനെ കൊടുത്തു, ഇസ്ഹാക്കിന് ദൈവം 2 മക്കളെ കൊടുത്തു. എന്നിട്ട് അതിൽ ഒരെണ്ണത്തിനെ തിരഞ്ഞെടുത്തു, ഒന്നിനെ ഉപേക്ഷിച്ചു. തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവകൃപ വെളിപ്പെടുത്താനായിട്ട്. പക്ഷേ മൾട്ടിപ്ലിക്കേഷൻ നടക്കുക. ഇവിടെ യാക്കോബിന് ദൈവം 12 മക്കളെ കൊടുത്തു. അതെ, കീപ്സ് ഇൻക്രീസിങ്. അങ്ങനെ വന്നിട്ട് നമ്മൾ മിസ്രൈമിലേക്ക് വരുമ്പം 70 പേര് വരുന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് ഇറ്റ് സ്റ്റിൽ ഇൻക്രീസ്. അവർ പുറപ്പെട്ടു പോരുമ്പോഴത്തേക്ക് 6 ലക്ഷം പുരുഷന്മാർ തന്നെയായി. സോ ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത്, അപ്പോൾ നമുക്ക് മനസ്സിലായി ദൈവം പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന്. നിൻ്റെ മക്കൾ കടൽക്കരയിലെ മണൽ പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ആകും. നിന്നിൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. എല്ലാം ചെറിയ ചെറിയ ഹമ്പിൾ ബിഗിനിങ്ങാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലാണെങ്കിലും വിശ്വാസത്തിൻ്റെ ചെറിയ ചുവടുകൾ വെക്കുമ്പോൾ അത് വലിയ അനുഗ്രഹങ്ങളായിട്ട് മാറുവാൻ ഇടയായി. ഹമ്പിൾ ബിഗിനിങ്, എളിയ ആരംഭങ്ങളെ ദൈവം വളരെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും എന്നുള്ള കാര്യം ഇദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 26-ാം അധ്യായം കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് കാര്യങ്ങൾ വളരെ സജീവമായിട്ട് ഇനിയുള്ള അധ്യായങ്ങളിൽ ഇസ്ഹാക്കിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇനി മരണത്തെക്കുറിച്ചേ പറയുന്നുള്ളൂ. അതുകൊണ്ട് അതിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നില്ല. ഈ അബ്രഹാമിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഒരു പാറ്റേൺ നമ്മൾ കണ്ടത് ഓർക്കുന്നുണ്ടല്ലോ. കൂടാരം, യാഗപീഠം, യാത്ര. അപ്പോൾ ഇസ്ഹാക്കിന് ഒരു പാറ്റേൺ കൊടുത്താലോ? നമുക്കൊരു വാക്യം വായിക്കാം, 26-25. അവിടെ അവൻ ഒരു യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അവിടെ തന്റെ കൂടാരം അടിച്ചു. അവിടെയും ഇസ്ഹാക്കിന്റെ ദാസന്മാർ ഒരു കിണർ കുഴിച്ചു. അപ്പോൾ ആ വാക്യത്തിൽ 3 കാര്യങ്ങളുണ്ട്. എന്താണ് ഇവിടുത്തെ പാറ്റേൺ? എന്താണ്? യാഗപീഠം, കൂടാരം, കിണർ. മറ്റേത് യാഗപീഠം, കൂടാരം, യാത്രയായിരുന്നു. അബ്രഹാമിൻ്റെ കാര്യത്തിൽ കൂടാരം, യാഗപീഠം, യാത്ര. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കൂടാരം, യാഗപീഠം, കിണർ. അപ്പോൾ ഇവിടെ യാത്രയ്ക്ക് പകരം, കാരണം പുള്ളിക്കാരൻ ഒത്തിരി ഒന്നും യാത്ര ചെയ്തില്ല. ഒരു കല്യാണമൊക്കെ കഴിച്ച് ഒരു ചെറിയ എളിയ ജീവിതം, ഞാൻ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഒരു ക്വയറ്റ് അടങ്ങി പാർക്കുന്ന ഒരു എളിയ ജീവിതം. ആകെ പ്രധാനപ്പെട്ട കാര്യം മരിച്ചു ഉയർത്തെഴുന്നേറ്റൊരു കല്യാണം കഴിച്ചെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ തന്നെ ഇത് ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. കർത്താവായ യേശുക്രിസ്തു എളിയ ജീവിതം, ഒരു 33 കൊല്ലം. അതിൽ 3 കൊല്ലമേ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്തതായിട്ട് നമ്മൾ വായിക്കുന്നുള്ളൂ. മരിച്ച് ഒരു ചുരുങ്ങിയ അതിലൊരു ചുരുങ്ങിയ കാലഘട്ടം, ഒരു 3 കൊല്ലം ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ ഒരു നല്ല കന്യകയെ ഭാര്യയായിട്ട് കിട്ടി. ഒരു സുന്ദരിയായ ഗ്ലോറിയസ് ചർച്ച്, അല്ലെ, ഒരു തേജസ്സുള്ള സഭയെ ഒരുക്കാൻ വേണ്ടി താൻ തൻ്റെ ജീവൻ വെച്ചു കൊടുക്കുന്ന കർത്താവിൻ്റെ ഒരു ദൃശ്യമാണ് നമുക്ക് ആരിലുള്ളത്? ഇസഹാക്കിൽ കാണുന്നത്. അതുകൊണ്ട് ഇതെന്താണെന്ന് മനസ്സിലായി കാണും. ഈ കാലഘട്ടത്തിൽ ഈ ലോകത്തിലായിരുന്നപ്പോൾ ഒരു കൂടാരത്തിലായിരുന്നു. ഹി ടാബർനാക്കിൾഡ് എമംഗ് അസ്. അവൻ നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു എന്നാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ. അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറഞ്ഞത് നമ്മുടെ ഇടയിൽ കൂടാരം അടിച്ചെന്നാണ്. ദൈവം കൃപയും സത്യവും എന്ന് പറഞ്ഞാൽ സത്യം കൃപയിൽ പൊതിഞ്ഞ് നമ്മുടെ ഇടയിൽ വന്ന് ഒരു കൂടാരത്തിൽ പാർത്തു. ദൈവം നമ്മോടുകൂടെ, ഇമ്മാനുവേൽ. കൃപയും സത്യവും നിറഞ്ഞവനായി അവൻ നമ്മുടെ ഇടയിൽ ഒരു കൂടാരത്തിൽ പാർത്തു. പക്ഷേ ഈ കൂടാരത്തിൽ പാർത്ത കാലം മുഴുവനും അദ്ദേഹം ചെയ്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു യാഗപീഠത്തിൽ തൻ്റെ ജീവിതം ഒരു ബലിയായി, ദൈവത്തിന് സുഗ്രാഹ്യമായ ഒരു യാഗമായി തന്നെ അർപ്പിക്കുകയായിരുന്നു. നാം എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അത് വായിക്കുന്നുണ്ട്. ക്രിസ്തുവും എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി സൗരഭ്യവാസനയുള്ളൊരു വഴിപാടും യാഗവുമായി തന്നെ അർപ്പിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ നടപ്പീൻ. അപ്പോൾ തന്നെ ഒരു യാഗമായി അർപ്പിച്ച് ദൈവത്തിന് സൗരഭ്യവാസന ഉയരുന്ന ഒരു യാഗമായി തൻ്റെ ജീവിതത്തെ കാഴ്ചവെച്ച് താനൊരു എളിയ കൂടാരത്തിൽ താമസിക്കുക ചെയ്തത്. പക്ഷെ താമസിച്ചത്രയും കാലം എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, അവൻ പോയിടത്തൊക്കെ കിണർ കുഴിച്ചു. പോയിടത്തൊക്കെ അവൻ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ നിങ്ങൾ പലരും പല കിണറുകളെ, നിങ്ങൾ യേശുവിൻ്റെ ശുശ്രൂഷ പരിശോധിക്കുകയാണെങ്കിൽ പല കിണറുകളെ ചുറ്റിപ്പറ്റിയുള്ള ശുശ്രൂഷകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാനാവിലെ കല്യാണത്തിനൊരു കിണറും വെള്ളം കോരുന്ന ഇതുണ്ടായിരുന്നു. യോഹന്നാൻ 2-ാം അധ്യായം,
യോഹന്നാൻ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കിണറ്റിൽ വെള്ളം കോരാൻ വന്ന വേറൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ഇനി 5-ാം അധ്യായത്തിൽ ഒരു കുളക്കരയിൽ, അതും അവിടുത്തെ കുളവും കിണറും ഒക്കെ ഒരുപോലെ ഇരിക്കുന്ന കിടന്നൊരു ആളുണ്ടായിരുന്നു. മുമ്പോട്ട് അങ്ങനെ വായിച്ചു പോയാൽ പല കിണറുകളെ. അവസാനം 7-ാം അധ്യായത്തിൽ വന്നപ്പോൾ യേശു പറയുകയാണ്, ഈ വെള്ളം കുടിക്കുന്നവനൊക്കെ 4ലും പറഞ്ഞു ദാഹിക്കും, എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ്റെ ഉള്ളിലൊരു കിണറുണ്ട്. എൻ്റെ ട്രാൻസ്ലേഷനാണ് കേട്ടോ. അവൻ്റെ ഉള്ളിലൊരു കിണറുണ്ടാകും. ആ കിണറ് ഉറവ വറ്റാത്ത കിണറായിരിക്കും. അതുകൊണ്ട് അവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ പുറപ്പെടും. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നമ്മളെ നയിച്ച യേശുവിൻ്റെ ഒരു ദൃശ്യമാണ് നമ്മൾ ആരിൽ കാണുന്നത്? ഇസഹാക്കിൽ. അതുകൊണ്ട് അവൻ പോയിടത്തൊക്കെ കിണർ കുഴിച്ചു, ആളുകൾക്ക് നന്മ ചെയ്തു. ഗുഡ്നസ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അപ്പോസ്തലപ്രവൃത്തി 10:38. അതുകൊണ്ട് അവൻ നന്മ ചെയ്തു, പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചു. അപ്പോസ്തലപ്രവൃത്തി 10:38. അപ്പോൾ അവൻ എന്ത് ചെയ്തു? നന്മ ചെയ്തു. നന്മ ചെയ്തുകൊണ്ടാണ് സഞ്ചരിച്ചത്. അപ്പോൾ അത് തന്നെയാണ് ഇസഹാക്കും ചെയ്തത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഈ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ജീവിതത്തിൽ നമ്മളിന്ന് അബ്രഹാമിനെയും ഇസഹാക്കിനെയും കുറിച്ച് പരിശോധിച്ച് നിർത്തുകയാണ്. ഈ അബ്രഹാമിൻ്റെ ഇസഹാക്കിൻ്റെയും ജീവിതത്തിൽ ജനങ്ങൾ കണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളുടെ പരിശോധനയ്ക്കായിട്ട് സമർപ്പിക്കുകയാണ്. 26-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പം നമുക്കത് നോക്കാം. അതിന് അവർ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. അതുകൊണ്ട് ഞങ്ങൾക്കും നിങ്ങൾക്കും തമ്മിൽ തന്നെ ഒരു സത്യബന്ധമുണ്ടായിരിക്കണം. കണ്ടോ? ഇത് ഇങ്ങോട്ട് വരിക ജനങ്ങൾ പറയുകയാണ്, യഹോവ നിന്നോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. അതുകൊണ്ട് നമുക്കൊരു ബന്ധം വേണം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ബന്ധം കൂടാൻ ചെന്നാൽ പലരും എന്തു പറയും? നിങ്ങളുമായിട്ട് ഒരു ബന്ധവും വേണ്ട, നിങ്ങൾ ആൾ ശരിയല്ല. ഇപ്പോൾ നിങ്ങൾക്ക് എന്നോട് പിണക്കായും തോന്നുന്നു. ചിലപ്പോൾ നമ്മൾ ബന്ധം കൂടാൻ ചെല്ലുമ്പോൾ പറയും, ആ ബന്ധം വേണ്ട, കാരണം നിങ്ങൾക്ക് പള്ളിയില്ല, കുരിശുമില്ല, ദേവനുമില്ല, ദേവിയില്ല, അമ്മയില്ല, അച്ഛനുമില്ല, ആരുമില്ല, അതുകൊണ്ട് നിങ്ങളുമായിട്ട് ഒരു ബന്ധവും വേണ്ടെന്നാണ്. പക്ഷെ ഇവർ നേരെ തിരിച്ചാണ് പറയുന്നത്. 26-ന്റെ 28 നമ്മൾ വായിച്ച്, ജനങ്ങൾ ഇങ്ങോട്ട് വന്ന് പറയുകയാണ്, നമുക്കൊരു ബന്ധം വേണം. എന്താ എൻ്റെ കാരണം? നിന്നോടുകൂടെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. അതുകൊണ്ട് നമുക്കൊരു മെസ്സേജ് ഉണ്ട് അതിനകത്ത്. എന്താണെന്ന് മനസ്സിലായി കാണും. നമ്മുടെ കൂടെ ദൈവം ഉണ്ടെന്നുള്ളത് നമ്മുടെ ചുറ്റുപാടുമുള്ളവർ സ്പഷ്ടമായിട്ട് കാണാനിടയായാൽ അവരിങ്ങോട്ട് വന്നോളും. യേശുവിൻ്റെ അടുക്കിലേക്ക് ആളുകൾ ഓടി. യേശു ഒരു വലിയ മാഗ്നറ്റായിരുന്നു, അല്ലേ? യേശു ഒരു വലിയ കാന്തം. അത് ഉയർത്തിപ്പിടിച്ചാൽ എല്ലായിടത്തുനിന്നും ആളുകൾ അവൻ്റെ അടുക്കിലേക്ക് ഓടിക്കൂടുക. കാരണം അവിടെ വന്നാൽ സ്പഷ്ടമായിട്ട് ദൈവാനുഭവം കിട്ടുമെന്നുള്ള ഉറപ്പ് അവർക്കുണ്ടായിരുന്നത് കൊണ്ട് അവരെല്ലായിടത്തു നിന്നും അവൻ്റെ അടുക്കിലേക്ക് ഓടി. ഇതേ അബ്രഹാമിനും ഉണ്ടായിരുന്നു കേട്ടോ. 21-ന്റെ 22 പുറകോട്ട് പോയൊരു വാക്യം വായിച്ചാൽ 21-ന്റെ 22. അക്കാലത്ത് അബിമേലെക്കും അവന്റെ സേനാപതിയായ പീക്കോലും അബ്രഹാമിനോട് സംസാരിച്ചു, നിന്റെ സകല പ്രവൃത്തിയിലും ദൈവം നിന്നോട് കൂടെയുണ്ട്. കണ്ടോ? അബ്രഹാമിനെ കുറിച്ച് ഈ സാക്ഷ്യമുണ്ട്. നിന്റെ സകല പ്രവൃത്തിയിലും ദൈവം നിന്നോട് കൂടെയുണ്ട്. ഇത് നമ്മൾ ആർജിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നിന്റെ സകല പ്രവൃത്തിയിലും ദൈവം നിന്നോടുകൂടെ ഉണ്ട്. ഇതാണ് അബ്രഹാമിനും ഇസഹാക്കിനും കിട്ടാവുന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് എന്ന് ഞാൻ പറയും. നമ്മളാരും ഒരു സർട്ടിഫിക്കറ്റും കൊടുത്തില്ലെങ്കിലും ആ കാലത്തിലെ ജനങ്ങൾ അവർക്ക് രണ്ടുപേർക്കും ഒരു സർട്ടിഫിക്കറ്റ് എഴുതി കൊടുത്തിട്ടുണ്ട്. എന്താണത്? അവരുടെ രണ്ടുപേരുടെയും കൂടെ ദൈവം ഉണ്ട് എന്ന് അവർ സ്പഷ്ടമായി കണ്ടിരുന്നു. അതുകൊണ്ട് ഇത് ആണ് അബ്രഹാമും ഇസഹാക്കും. നമുക്കിനി ഒരു ക്ലാസ് കൂടെ വെച്ച് ചിലപ്പം യാക്കോബിനെയും ജോസഫിനെയും കുറിച്ച് പഠിക്കാം. അതിന് മുമ്പായിട്ട് അടുത്ത ക്ലാസ്സിൽ അത് പഠിക്കുന്നതിന് മുമ്പായിട്ട് ഈ ക്ലാസ് തീരുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. ഈ രണ്ട് വ്യക്തിത്വങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോൾ ഒരു 3-4 സാങ്കേതിക പദങ്ങൾ ഇവിടെ സാധാരണ നാട്ടുകാരൊക്കെ വിശ്വാസികളൊക്കെ പറയുന്നത് നമ്മൾ പരിചയപ്പെടേണ്ടത് ആവശ്യമാണ്. അതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. പലയിടത്തും കേൾക്കാം. ബെർശേബ, യഹോവ ഈരെ, കേട്ടപ്പോൾ നിങ്ങൾക്കൊരു പരിചയം വരുന്നുണ്ട് അല്ലേ? ബേർ ലഹി രോഹി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? രഹോബോത്ത്. അപ്പോൾ ഈ പദങ്ങളൊക്കെ ഈ രണ്ട് കഥാപാത്രങ്ങളുടെ ജീവിത ചര്യയ്ക്ക് ഇടയ്ക്ക് സംഭവിച്ചതാണ് എന്നുള്ളത് കൊണ്ട് ആ 4 വാക്കുകളൊന്ന് പരിചയപ്പെട്ടേച്ച് നമുക്ക് ക്ലാസ് നിർത്താം. 21-ാം അധ്യായത്തിൻ്റെ 31-32 വാക്യങ്ങൾ അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യമാണ്. അവർ ഇരുവരും അവിടെ വെച്ച് സത്യം ചെയ്യുകൊണ്ട് അവൻ ആ സ്ഥലത്തിന് ബേർശേബ എന്ന് പേരിട്ടു. അടുത്ത വാക്യം, ഇങ്ങനെ അവർ ബേർശേബയിൽ വെച്ച് ഉടമ്പടി ചെയ്തു. അബിമേലെക്കും അവന്റെ സേനാപതിയായ പീക്കോലും എഴുന്നേറ്റ് ഫെലിസ്ത്യരുടെ ദേശത്തേക്ക് മടങ്ങിപ്പോയി. അപ്പോൾ ഒരു കിണറിന്റെ അടുക്കൽ വെച്ച് ഒരു ഉടമ്പടി ചെയ്തിട്ട് അവിടെ ഇട്ട പേരാണ് ബെർശേബ.
അപ്പോൾ ബെർശേബ എന്നുള്ളത് അബ്രഹാമിൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട് വല്ല GK വല്ലതും നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആ പേര് പരിചയപ്പെട്ടിരിക്കുക. 22-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, 22:14. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഇരെ എന്ന് പേരിട്ടു. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകുമെന്നും ഇന്നുവരെയും പറഞ്ഞു വരുന്നു. യഹോവ ഇരെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഗോഡ് വിൽ പ്രൊവൈഡ്, ദൈവം നമുക്ക് ആവശ്യമായത് നൽകും. പക്ഷേ അവിടെ പറഞ്ഞത് അങ്ങനെയല്ല. ഗോഡ് വിൽ പ്രൊവൈഡ് എന്നുള്ളത് നമ്മൾ ഡിക്ഷണറി നോക്കി കണ്ടുപിടിച്ച മീനിങ് ആണ്, ഞാനതിനെ നിഷേധിക്കുകയല്ല. പക്ഷെ അവിടെ ഈ വാക്യത്തിൽ പറഞ്ഞത് എന്താണ്? യഹോവയുടെ പർവ്വതത്തിൽ അവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വെൻ ഹീ റിവീൽസ് ഹിംസെൽഫ് ഹീ ഈസ് യുവർ പ്രൊവിഷൻ. അവൻ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന അരിയും കറിയും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ചിലരൊക്കെ സാക്ഷ്യം പറയാൻ കഴിഞ്ഞ ആഴ്ച യഹോവ എൻ്റെ ഈരെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ ആഴ്ച ഒന്നിനും ബുദ്ധിമുട്ടുണ്ടായില്ല, എല്ലാ കാര്യങ്ങളും ഒക്കെ ദൈവം നടത്തി തന്നു എന്നാണ് പലരും ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ പറഞ്ഞത് ആ ഒരു അർത്ഥത്തിലല്ല. ദൈവം ഒന്നും നടത്തി തരികയില്ലെന്നല്ല, അവൻ്റെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാവും. വെൻ ഹീ റിവീൽസ് ഹിംസെൽഫ് ഹീ ഈസ് യുവർ പ്രൊവിഷൻ. ദൈവമാണ് നമ്മുടെ പ്രൊവിഷൻ. അവൻ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവനാണ് നമ്മുടെ പ്രൊവിഷൻ. അവൻ്റെ അടുക്കൽ ഒന്നിൻ്റെയും മുട്ടില്ല, കുറവില്ല. അതുകൊണ്ട് യഹോവ ഈരെ എന്ന് പറഞ്ഞാൽ അവൻ്റെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും. അവൻ്റെ കൂടെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ഒന്നിൻ്റെയും കുറവില്ല. കരഞ്ഞാൽ കണ്ണുനീര് തുടയ്ക്കും. അങ്ങനെയല്ലേ അവസാനം നമ്മൾ കാണുന്നത്? വെയിൽ തട്ടിയാൽ അവൻ മന്ദിരമാകും, അവിടെ സൂര്യനില്ല, ചൂടില്ല. സോ ഹീസ് യുവർ പ്രൊവിഷൻ എന്നുള്ളതാണ്. അല്ലാതെ ഏതാണ്ടൊക്കെ സാധനങ്ങൾ അവൻ നിങ്ങൾക്ക് കൊണ്ട് തരുമെന്നുള്ള അർത്ഥത്തിൽ അല്ലെന്നുള്ളതൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. 24:62 ബേർ ലഹി രോയി എന്ന് കാണാമല്ലോ അവിടെ നിങ്ങൾക്ക്. എന്നാൽ ഇസ്ഹാക്ക് ബേർ ലഹൈ രോഹി വരെ വന്നു, അവൻ തെക്കേ ദേശത്ത് പാർക്കുകയായിരുന്നു. അപ്പം ഇസ്ഹാക്ക് കിണർ കുഴിച്ചപ്പോഴൊക്കെ വെള്ളം കിട്ടിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ 24:62 പക്ഷേ ഈ വാക്കിൻ്റെ അർത്ഥം ബേർ ലഹി രോയി എന്ന് പറഞ്ഞാൽ സോഴ്സ് ഓഫ് ലൈഫ് എന്നാണ്, ജീവൻ്റെ ഉറവ. അപ്പം ഇദ്ദേഹം താമസിച്ചിരുന്നത് ആരുടെ അടുക്കലാണ്? ജീവൻ്റെ ഉറവയായ യേശുവിൻ്റെ, ദൈവത്തിൻ്റെ അടുക്കലാണ് ആര് താമസിച്ചിരുന്നത്? ഇസഹാക്ക് ബേർ ലഹി രോയി വരെ വന്നു, അവിടെ പാർത്തു എന്ന് പറഞ്ഞാൽ സോഴ്സ് ഓഫ് ലൈഫ്, ജീവൻ്റെ ഉറവിൻ്റെ അടുക്കലാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഞാൻ ജീവൻ്റെ ഉറവയാണ്. അപ്പോൾ ആ ഉറവയുടെ അടുക്കൽ ദൈവമാണ് ജീവൻ്റെ ഉറവ. അതിൻ്റെ അടുക്കൽ ഇസഹാക്ക് പാർത്തത് കൊണ്ടാണ് അവൻ കുഴിക്കുന്നിടത്തൊക്കെ വെള്ളം ഉണ്ടായത്. അപ്പോൾ നമ്മൾ ജീവൻ്റെ ഉറവയായ ദൈവത്തിൻ്റെ അടുക്കൽ താമസിക്കുകയാണെങ്കിൽ അവൻ നമ്മുടെ കൈകളുടെ പ്രവൃത്തിയെ സാധിപ്പിക്കും. എന്ത് ചെയ്താലും അത് സാധിക്കുവാൻ തക്കവണ്ണം ഇടയാകും. 26:22 അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു, അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടില്ല. യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിന് രഹോബോത്ത് എന്ന് പേരിട്ടു. രഹോബോത്ത്, ഇത് വേറൊരു പദമാണ്. രഹോബോത്ത് എന്ന് പറഞ്ഞാൽ യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി. ആ കിണറിനെ കുറിച്ച് അവർ വഴക്കുണ്ടാക്കിയില്ല, കാരണം അവർക്ക് ആവശ്യത്തിന് കിണർ കിട്ടി. ഇനിയിപ്പോൾ ഇതിനും കൂടി വഴക്കിടേണ്ട കാര്യമില്ല. കുറേ കിണറിന് വേണ്ടി വഴക്കിട്ട കിണറെല്ലാം ഇസ്ഹാക്ക് എന്ത് ചെയ്തു? വിട്ടുകൊടുത്തു. അപ്പോൾ ആവശ്യത്തിനായി കഴിഞ്ഞപ്പം ഇതിനു വേണ്ടി വഴക്കിട്ടില്ല. അപ്പം അദ്ദേഹം ഒരു സൈ ഓഫ് റിലീഫ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ദീർഘനിശ്വാസം വിട്ടിട്ട് പറയുകയാണ്, എനിക്ക് വേണ്ടി ഒരു കിണർ ഏതാണെങ്കിലും അവസാനം കിട്ടിയല്ലോ. ഒത്തിരി കിണർ കുഴിച്ചെങ്കിലും ഇപ്പോഴാണ് ചിലർ പറയാം ഒത്തിരി വീട് പണിതു, എനിക്ക് കിടക്കാനൊരു വീട് ഇപ്പോഴായത്, അല്ല ഇതുവരെ ആയിട്ടില്ലെന്ന് പറയും. പക്ഷേ ഒരു അവസാനമായിട്ടൊരു സൈ ഓഫ് റിലീഫ്, ഒരു ദീർഘനിശ്വാസം വിട്ടിട്ട് പറയാണ്, യഹോവ ഇപ്പോൾ നമുക്ക് ഇടം ഉണ്ടാക്കി. പക്ഷേ അത് ഇംഗ്ലീഷിൽ നിങ്ങൾ വായിച്ചാൽ കുറേ കൂടെ ബ്യൂട്ടിഫുള്ളാണ്. ഗോഡ് ഹാസ് മെയ്ഡ് അസ് ഫ്രൂട്ട്ഫുൾ. ദൈവം ഇപ്പോഴാണ് നമ്മളെ ഫ്രൂട്ട്ഫുൾ ആക്കിയത്, അനുഗ്രഹ സമൃദ്ധിയുള്ളവരാക്കിയത് എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലായോ? നമ്മുടെ കൈയുടെ ഫലം അനുഭവിച്ച ആളുകൾക്ക് മതിയായെന്ന്. അപ്പോഴാണ് ഏതെങ്കിലും മരം അതിൻ്റെ ഫലം തിന്നാറുണ്ടോ? ഇല്ല. ഈ ഫലം ഉണ്ടാകുന്ന മുഴുവൻ നാട്ടുകാർക്ക് തിന്നാനാണ്. അപ്പോൾ ഇസ്ഹാക്കിനെ തിന്ന് നാട്ടുകാർ തിന്ന് അവർക്ക് മതിയായി, അവർക്ക് സാക്ഷ്യം പറയാനും കിട്ടി. അവസാനം 2-3 ഈ മാവിൻ്റെ ചോട്ട് വീണ് അളിഞ്ഞു പോയെന്ന്. അപ്പോൾ അതിന് വളമായി എന്ന് പറഞ്ഞതുപോലെ ഈ മാവിനും വളം വേണ്ടേ? ആരെങ്കിലും മാവിന് വളമിടാറുണ്ടോ? പ്ലാവിനോ മാവിനോ ആരെങ്കിലും വളമിടാറുണ്ടോ? നമ്മുടെ നാട്ടിലൊന്നും ആരും ചെയ്യാറില്ല. പക്ഷേ ആ ചക്ക തന്നെ അതിൻ്റെ ചോട്ടിൽ വീണ് വളമായി എന്ന് പറഞ്ഞതുപോലെ നൗ ഗോഡ് ഹാസ് മെയ്ഡ് അസ് ഫ്രൂട്ട്ഫുൾ. ദൈവം നമുക്ക് ഇടമുണ്ടാക്കി. ദൈവം നമുക്കിപ്പോൾ ഒരു സമാധാനം തന്നു. നാട്ടുകാരുടെ ദാഹത്തെ ശമിപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞു എന്നാണ് രഹോബോത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവം
നമ്മളെയൊക്കെ ഓരോരുത്തർ സ്ഥലങ്ങളിലേക്ക് അയക്കുമ്പോൾ അവൻ നമ്മളെ ഊറ്റിക്കൊണ്ടിരിക്കുകയാണെന്നൊന്ന് വെച്ച് നമ്മൾ പേടിക്കണ്ട. ഊറ്റിക്കോട്ടെ, എന്തുമാത്രം ഊറ്റാമോ അത്ര അവർ ഊറ്റിക്കോട്ടെ. അവസാനം ഗോഡ് വിൽ മേക്ക് യു ഫ്രൂട്ട്ഫുൾ. അവൻ നമുക്കൊരു ഇടം ഉണ്ടാക്കി തരും, ഒരു റിലീഫ് നമുക്ക് തരും എന്നുള്ള കാര്യം ഓർക്കാം. അതുകൊണ്ട് ഈ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ജീവിതം നമ്മോട് സംസാരിക്കട്ടെ. അത് ഒരു നിരന്തര പ്രചോദനമായി നമ്മുടെ ഇടയിൽ, നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കട്ടെ എന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ ജീവചരിത്രങ്ങൾ വെച്ചിരിക്കുന്നത്. 2 ജീവചരിത്രങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാനുണ്ട്. അത് വരുന്ന ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം.